അവൾ വളരെ പ്രത്യാശയിലായിരിക്കുന്നത് കണ്ടു മടങ്ങിപ്പോകാനുമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്നിവിടെ എൻ്റെ ജ്യേഷ്ഠനും രാജാനും അനിയൻ യേജുവും അവരുടെ കുടുംബവും തമ്പിച്ചാനോടുകൂടെ പ്രാർത്ഥനയിൽ ഞങ്ങളുമായിരിക്കുന്നു. പപ്പ തനിയെ ആയി. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് പപ്പ തനിയെ ആയപ്പോൾ തമ്പിച്ചാനായിരുന്നു പപ്പയുടെ ഏറ്റവും അടുത്ത തണലായിട്ടിരുന്നത്. ആ നിലയിൽ ഞങ്ങളും പ്രാർത്ഥനയിൽ അച്ഛനോട് കൂടെ തുടർന്നും ഉണ്ടായിരിക്കും. അച്ഛനെ അജയും സജിയും മറ്റു കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ പ്രാർത്ഥനയോടുള്ള സഹകരണം ഞങ്ങളുടെ കൂട്ടായ്മയും ഉണ്ടെന്നുള്ള വിവരം അറിയിക്കുന്നു. അതോടുകൂടെ അമ്മമ്മ ഇന്ന് നമ്മുടെ ദൈവസന്നിധിയിലായിരിക്കും എന്നുള്ള പ്രത്യാശയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. തുടർന്ന് മിസ്റ്റർ ഐസക് ജോൺ കാഞ്ഞിരപ്പള്ളി, മിസ്റ്റർ സി വി ചെറിയാൻ പുത്തൻകുരിശ്. ദൈവത്തിന് സ്തോത്രം. അനുസ്മരണമാണല്ലോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുഞ്ഞമ്മയെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ 4 മിനിറ്റോ 5 മിനിറ്റോ ഒന്നും തികയില്ല. അരമണിക്കൂർ പറഞ്ഞാലും തീരുകയില്ല. എങ്കിലും സമയം പാലിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന് വിധേയമായി ചുരുക്കമായിട്ട് സംസാരിക്കുന്നുള്ളൂ. എൻ്റെ മൂത്ത മാവിയുടെ മൂത്ത മകളാണ് കുഞ്ഞുഞ്ഞമ്മ. ബാല്യകാലത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടതും ഒന്നിച്ച് ഇടപെട്ടിട്ടുള്ളതും. കുഞ്ഞുഞ്ഞമ്മ ഒരു ബാലികയായിരുന്ന കാലത്ത് ഞാനും കുഞ്ഞുഞ്ഞമ്മയുടെ അമ്മയുടെ വീട് കല്ലിശ്ശേരിലാണ്, പ്രയാറ്റിലെ വാഴവേൽ വീട്ടിലാണ്. അവിടെ ബാലനായിട്ടുള്ളവർ ഞാൻ മാത്രമേ ഉള്ളൂ. കൂടെ അമ്മ വീട്ടിൽ വരുമ്പം ഞങ്ങൾക്കൊരു ഉത്സവമായിരുന്നു. കുഞ്ഞുഞ്ഞമ്മ, കുഞ്ഞുഞ്ഞൂട്ടി, തമ്പിക്കുട്ടി ഇവരൊക്കെ അവിടെ വരുമ്പോൾ അന്യോന്യം കളിച്ചു നടക്കുന്നതിനൊക്കെയുള്ള ഒരു ഉത്സവമാണ്. പ്രായമായതിനു ശേഷം കുഞ്ഞുഞ്ഞമ്മയെ കാണുമ്പോൾ സൗമ്യതയും ശാന്തതയും അതുപോലെ തന്നെ വലിയ മിതഭാഷിയൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന് നേരെ അല്പം കൂടെ വ്യത്യാസപ്പെട്ട ഒരു രീതിയായിരുന്നു ബാലികയായ കുഞ്ഞുഞ്ഞമ്മയെ. ഞാൻ ഒടുവിൽ കാണുമ്പോൾ ഇവരെ അവിടെ മാമൂട്ടിലേക്ക് താമസം മാറ്റുന്ന ആണ് ഏറ്റവും ഒടുവിൽ കാണുന്നത്. കണ്ടപ്പോൾ അടുത്ത് ചെന്നപ്പോൾ ഇരിക്കാൻ പറഞ്ഞിരുന്നു. കുഞ്ഞുഞ്ഞമ്മ എനിക്ക് ഒരു ചുംബനം തന്നു. അതൊരു അന്ത്യ ചുംബനമാണ് എന്ന് ഞാൻ ഓർത്തില്ല. ആ സമയത്ത് ഞാൻ അല്പം പുറകോട്ട് ചിന്തിച്ചു നോക്കിയപ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നു. സഹോദര സ്നേഹം നിറഞ്ഞു കവിഞ്ഞിരുന്ന ഒരു സഹോദരിയായിരുന്നു. കൂടെ വരുന്നത് ഞങ്ങളെയൊക്കെ കാണുന്നതിനും സ്നേഹിക്കുന്നതിനും ഒക്കെയാണ്. കൗമ്പ്രയാറ്റിലുള്ള അവരുടെ വീട്ടിലേക്ക് പല പ്രാവശ്യം ക്ഷണിച്ചാണ് പോകുന്നത്. അവിടെ കൂടെ ആരെങ്കിലും പോകുമ്പോൾ ഞാനും കൂട്ടത്തിൽ പോകാറുണ്ട്. അതുകൊണ്ട് എണ്ണക്കാട്ട് ആ വല്യപ്പച്ചൻ്റെ ശിക്ഷണം ഞാൻ ശരിക്കും നേരിട്ട് മുമ്പ് ഇവിടെ ഒരാൾ പറഞ്ഞു കേട്ടല്ലോ, ശരിക്കും നേരിട്ട് അനുഭവിച്ചതാണ്. അന്നൊക്കെ പോകുമ്പോൾ ഇപ്പോഴത്തെ പോലെ അടുത്ത മണിക്കൂറിൽ മടങ്ങി പോരുകയല്ല, 1-2 ദിവസം താമസിക്കും. എന്നും രാവിലെ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് ദൈവവചനം വായിച്ച് പാടി പ്രാർത്ഥിച്ച് കിടക്കുന്ന ആ ചിട്ട ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. വിരുന്നുകാരായിട്ട് ചെല്ലുന്ന ഞങ്ങളും ആ കൂട്ടത്തിൽ പോയിരിക്കും. ഞങ്ങൾ ഒന്നിച്ച് പാട്ടുപാടും, പ്രാർത്ഥിക്കും. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ആ ശിക്ഷണം കിട്ടിയ ഒരു സഹോദരിയാണ് എൻ്റെ സഹോദരി കുഞ്ഞുഞ്ഞമ്മ. അവൾക്ക് അല്പം രോഗങ്ങൾ 3-4 കൊല്ലങ്ങൾ വന്നിരുന്നു എങ്കിൽ തന്നെയും അത് തന്നെ ബാധിച്ചിരുന്നില്ല. താൻ വളരെ ദൈവഭക്തിയോടുകൂടി ദൈവജനങ്ങളെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരിയായിരുന്നു എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും വേർപാട് ദുഃഖകരമാണ്. പ്രിയപ്പെട്ടവർക്ക് അത് ഏറ്റവും വലിയ ദുഃഖമാണ്. എന്നാലും ദൈവവചനം പറയുന്നത് ഈ വചനങ്ങളാൽ നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കും എന്നാണ്. അതെന്താ ഏത് വചനമാണ്? മരണത്തെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കഴിഞ്ഞ 2-ാം തീയതി ദൈവത്തിന് വിലയേറിയതായ ഒരു കാര്യം നടന്നു. താൻ
പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കുഞ്ഞിഞ്ഞമ്മ പോയി. ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുള്ളത് കുഞ്ഞിഞ്ഞമ്മയുടെ ഡെഡ് ബോഡിയാണ്. നാം അല്പം ഉയരത്തിലേക്ക് നമ്മുടെ ചിന്ത ഒന്ന് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസം ലഭിക്കും. അവൾ കർത്താവിൻ്റെ മടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു ജീവിതം, നിത്യമായ ഒരു ജീവിതം അവിടെ അനുഭവിക്കുകയാണ്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നുവെന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. അവൾ താനിപ്പോൾ ആശ്രയം വെച്ചിരുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ്. ആ ഒരു കാര്യം മാത്രമേ ആശ്വാസമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നാം കർത്താവിൻ്റെ വീണ്ടും വരുമെങ്കിൽ നാം എല്ലാവരും ഒന്നിച്ച് അങ്ങ് കർത്താവിലേക്ക് എടുക്കപ്പെടുമ്പോൾ കുഞ്ഞിഞ്ഞമ്മയെ അവിടെ കാണാൻ സാധിക്കും. ഈ മുഖം നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുമെന്നുള്ള ആശ്വാസവചനമാണ് പ്രിയപ്പെട്ടവർക്ക് എനിക്ക് പറയുവാനുള്ളത്. വാടിവല്ലി കുടുംബത്തിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും പേർക്ക്, കാഞ്ഞിരപ്പള്ളിയിലുള്ള കുടുംബങ്ങളുടെ പേർക്ക് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് 4 സഹോദരന്മാരാണുള്ളത്. അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് ബ്രദർ KO തമ്പി അല്പസമയം സംസാരിക്കുന്നത്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 10 മക്കളായിരുന്നു. അതിൽ 4 ആൺമക്കളും 6 പെൺമക്കളും. അതിൽ മൂത്ത സഹോദരിയാണ് ഇപ്പോൾ ഇവിടെ ഈ പെട്ടിക്കകത്തിരിക്കുന്ന സഹോദരി. കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ സഹോദരിയെ പ്രിയാളിയനെ വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ കുടുംബജീവിതം എത്ര ധന്യമായിരുന്നെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും കണ്ട് മനസ്സിലാക്കുവാൻ തക്കോണം സഹായിച്ചു. ഇത്ര സ്നേഹമുള്ള ഒരു അളിയനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരന്മാർ ആയിരുന്നു ഞങ്ങൾക്ക്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അപ്പച്ചൻ ഇരിക്കുമ്പോൾ ഉള്ളപ്പോഴും അല്ലാത്ത സമയം അപ്പച്ചൻ കടന്നു പോയതിന് ശേഷവും ഞങ്ങളുടെ കുടുംബത്തിലെ എന്ത് കാര്യമുണ്ടെങ്കിലും അളിയനെയും അമ്മാമയെയും കൺസൾട്ട് ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കുകയുള്ളായിരുന്നു. അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ജീവിതം. പ്രിയാമാമയ്ക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ശാരീരികമായിട്ട് പ്രയാസങ്ങളൊക്കെ നേരിട്ടു. 7 വർഷത്തിന് മുൻപേ ബൈപ്പാസ് സർജറി ചെയ്തു. എന്നാൽ അതിൽ നിന്ന് പിന്നെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പല സമയത്ത് ഹോസ്പിറ്റലിലായിരിക്കാനും കിഡ്നിക്ക് ബാധിപ്പുണ്ടായി. കഴിഞ്ഞ 10 മാസമായി താൻ ഡയാലിസിസിന് വിധേയമാകുകയും ഒക്കെ ചെയ്തു. പലപ്പോഴും എനിക്ക് കടന്നുപോയി കാണുവാനും ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുകയും അപ്പോൾ പല കാര്യങ്ങളും എന്നോട് പറയും. കുടുംബത്തിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ ഞങ്ങൾക്ക് സ്നേഹനിധിയായ ഒരു സഹോദരിയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്നാൽ പ്രത്യാശയോടുകൂടി ഞങ്ങൾ ഇരിക്കുന്നു. വീണ്ടും കാണുവാൻ സാധിക്കും എന്നുള്ള ആ പ്രത്യാശ ഞങ്ങളുടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കുടുംബാംഗങ്ങളുടെ എല്ലാ മക്കളുടെയും എല്ലാം ദുഃഖം ഞാനിപ്പോൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ ഹൂസ്റ്റണിൽ നിന്ന് ഞങ്ങളുടെ ഒരു സഹോദരൻ ഉമ്മൻ മത്തായി കഴിഞ്ഞ ദിവസം വിളിച്ച് തൻ്റെ ദുഃഖം അറിയിച്ചിരുന്നു. അത് ഞാനിവിടെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. അതുപോലെ ഞങ്ങളുടെ അങ്ങാടിക്കൽ ബ്രദറൻ അസംബ്ലിയുടെ ദുഃഖവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും കൂടുതലായി ബലപ്പെടുത്തട്ടെ. വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ അളിയനെ ദൈവം കൂടുതലായി ബലപ്പെടുത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മുടെ ഫാമിലിയിലുള്ള കുഞ്ഞുങ്ങൾ, പ്രായം കുറഞ്ഞ ആളുകൾ സൈഡിലുള്ള സീറ്റിലേക്കൊന്ന് മാറിക്കൊടുത്താൽ അവിടെ സൈഡ് സീറ്റ്സ് ഉണ്ടല്ലോ, ഇനി വരുന്നവർക്ക് കയറിയിരിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ സൈഡ് സീറ്റിലൊക്കെ മാറിയിരുന്നിട്ട് നമ്മുടെ വരുന്ന ആളുകൾക്ക് സീറ്റ്സ് കൊടുക്കണമെന്ന് പറയും. അടുത്തത് കണ്ടിന്യൂ. തുടർന്ന് മിസ്റ്റർ CV ചെറിയാൻ പുത്തൻകുരിശ്, അതിനുശേഷം മിസ്റ്റർ MC രാജു പാണ്ടനാട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ സന്നിധിക്ക് ചേർക്കപ്പെട്ട പ്രിയ സഹോദരി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായിട്ട് താൻ രോഗിയും ശരീരത്തിൽ ക്ഷീണിതമായിരുന്നു. ദൈവം നിശ്ചയിച്ച സമയത്ത് ദൈവസന്നിധിക്ക് ചേർക്കത്തക്കണം ദൈവത്തെ പ്രസാദമായി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരിയുടെ അനുജത്തിയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഏകദേശം 27 വർഷമായിട്ട് ഈ കുടുംബമായിട്ട് ബന്ധം പുലർത്തുവാനും സ്നേഹബന്ധത്തിൽ പോകുവാനും കർത്താവിനെ സഹായിച്ചു. 2
പ്രിയ സഹോദരിയെ സംബന്ധിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ താഴ്മയും വിനയമുള്ള ഒരു സൗമ്യ സ്വഭാവമായിട്ടാണ് പ്രിയ സഹോദരിയെ മനസ്സിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്വഭാവം പ്രിയപ്പെട്ടുകൊണ്ടായിരുന്നു. പ്രിയ തമ്പിച്ചാനെക്കുറിച്ചാണെങ്കിലും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത്, ഞാൻ അനുജനാണ്, ഒരു പിതാവിൻ്റെ സ്ഥാനം എന്ന പോലെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്ത ഒരു പ്രിയപ്പെട്ടവനായിരുന്നു. പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവന് ഒരു ഭർത്താവിൻ്റെ നിലയേക്കാളപ്പുറമായിട്ട് ഭാര്യ ആവശ്യതയായിരുന്ന സന്ദർഭത്തിൽ തന്നെ ശുശ്രൂഷിക്കുകയും ആ കാര്യം അനുഭവിക്കുകയും ചെയ്യുന്നതൊക്കെ പ്രിയപ്പെട്ട ജീവൻ ബലപ്പെടുത്തി. എന്നാൽ ഇന്ന് താൻ ഏകനായിട്ട് തന്നിരിക്കുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദൈവജനത്തിന് ഒരു ആശ്വാസമായിരുന്ന, ദൈവമക്കൾക്ക് ആശ്വാസമായിരുന്ന, അനേകരെ സ്നേഹിക്കാനും സൽക്കരിക്കാനിടയായിത്തീർന്ന ആ കുടുംബത്തിലെ കുടുംബനാഥ കർത്താവിനിലേക്ക് ചേർക്കപ്പെടത്തക്കണം കർത്താവിന് സാധുമായി ദൈവത്തെ രഹിതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ, മക്കളെ, കൊച്ചുമക്കളെ, പ്രിയ തമ്പിച്ചായനെ ധാരാളമായി ദൈവകൃപയും ആശ്വാസവും ദൈവനാൾ കേൾക്കേണ്ട ആവശ്യമുണ്ട്. തമ്പിച്ചായൻ ഏകരായിരിക്കുകയാണ്. തനിക്ക് ധാരാളമായ കൃപ ഈ നാളുകളിൽ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ദൈവകൃപയും ദൈവസമാധാനം പ്രിയപ്പെട്ടവർ ധാരാളമായിട്ട് ദൈവം അവർ കൊടുക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ തമ്പിയുടെ മൂത്ത അമ്മാച്ചൻ്റെ ഇളയ മകനാണ്. ഈ കുഞ്ഞിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്ന് 1 മണിക്കൂർ പറഞ്ഞാലും തീരാത്തതായ വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ എപ്പോഴും അത് ഓർക്കുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ എനിക്ക് പറഞ്ഞിരിക്കുന്ന സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോടൊന്നും കടക്കുന്നില്ല. ചുരുക്കമായിട്ട് 2 വാചകം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. തമ്പിയും ഞാനും കൂടെ അതുപോലുള്ള സ്നേഹത്തിലായിരുന്നു. ഞങ്ങൾ ആങ്ങളപങ്ങളെ മക്കളാണെങ്കിൽ തന്നെയും എനിക്ക് വേറെയും 4 മായുമാരുണ്ട്. എന്നാൽ ഈ മായുമാരുടെ മക്കളുടെ കൂട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആണ് തമ്പി. അതുപോലെ ഞാനും തമ്പി അതുപോലെ സ്നേഹിച്ച ഒരാളാണ്. തമ്പിയുടെ എന്ത് പ്രയാസം വരുമ്പോഴും തമ്പി ആ സമയങ്ങളിലെല്ലാം എന്നെ ദിവസവും ടെലിഫോൺ ചെയ്ത് പറയും. ഞങ്ങൾ എല്ലാ ദിവസവും ടെലിഫോണിൽ ബന്ധപ്പെടാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. എല്ലാ ദിവസവും ടെലിഫോണിൽ കൂടി വിവരങ്ങൾ അറിയും. ഏതെങ്കിലും ഒരു ദിവസം വിളിച്ചില്ല എങ്കിൽ എന്നെ വിളിച്ച് എന്നോട് തമ്പി ശകാരിക്കും, എന്തുകൊണ്ടാണ് ഇന്നലെ വിളിക്കാൻ എന്ന് ചോദിക്കും. അങ്ങനെ ആ നിലയിലാണ് പോയത്. കുഞ്ഞമ്മ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് വളരെയേറെ വൈഷമ്യത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങൾ കടന്നുപോയി പോയി. ആ സമയങ്ങളൊക്കെയും ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ തമ്പി എന്നെ വിളിച്ച് പറയും, രാജാ കുഞ്ഞമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, ഇന്ന വാർഡാണ്, ഇന്ന മുറിയാണെന്നും പറഞ്ഞ്. പെട്ടെന്ന് ഞാൻ പോവുകയും അഡ്മിറ്റ് ഡിസ്ചാർജ് ആകുന്നിടം വരെയും മിക്കവാറും ദിവസങ്ങളെല്ലാം അവിടെ പോയി കാണുകയും അതിനുശേഷവും അവിടെ കൊറിയന്നൂർ താമസിച്ചുകൊണ്ടിരുമ്പോൾ അവിടെയും ഞാൻ മിക്കവാറും പോയി കാണുകയും എടുക്കുകയും ചെയ്തു. മാമൂട്ടിലോട്ട് താമസമാക്കിയതിന് ശേഷം അവിടെയും പോയി കണ്ടു. വളരെ സന്തോഷമായി കിടക്കുന്ന ഒരു നില അന്ന് ഞാൻ കണ്ടത്. അതിനുശേഷം ഇവിടെ എന്നെ തമ്പി വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വീണ്ടും സുഖമില്ലാതെ വന്ന് അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണെന്ന്. ഞാനും എൻ്റെ മകനും കൂടി അന്നേരം ഹോസ്പിറ്റലിൽ പോയി കാണുകയും ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഞാൻ കുഞ്ഞമ്മയെ കാണുന്നത്. അങ്ങനെ വളരെ ഏറെ സ്നേഹിക്കുകയും ഞാനും സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഉള്ളൊരു ഭവനമാണ്. കുഞ്ഞിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ സൗമ്യമായി ഇവിടെ പ്രസ്താവിച്ചതുപോലെ വളരെ സൗമ്യ സ്വഭാവമുള്ള ഒരു സഹോദരിയായിരുന്നു. അങ്ങനെ ദൈവം അവർക്ക് പ്രത്യേകം, എന്നാൽ മാനുഷികമായ നിലയിൽ ഞങ്ങൾക്കെല്ലാം വളരെ ദുഃഖമുണ്ട്. എങ്കിലും നമ്മൾ യഹോവ പറയുന്ന പോലെ യഹോവ തന്നു യഹോവ എടുത്തു അതിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ പോലെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ദൈവത്തിൻ്റെ ഹിതം അതിലായിട്ട് ഈ അവസാന നാളുകളൊക്കെ ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയം ഇതാണ്, കൂടുതൽ കഷ്ടത്തിലേക്ക് കടത്താതെ എടുത്തരുത് എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മരിച്ചു കഴിഞ്ഞപ്പോൾ തമ്പി ഉടൻ തന്നെ എന്നെ വിളിച്ച് പറയും, അങ്ങനെ മാമൂട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ വിവരം അറിയാൻ സാധിച്ചു. തമ്പിക്കും കുഞ്ഞുങ്ങൾക്കും അവർക്ക് ഇത് താങ്ങുവാനുള്ള മാനസിക ശക്തിയില്ല എന്നെനിക്കറിയാം. മാനുഷികമായ നിലയിൽ നമുക്കിവരെ ഒന്നും സമാധാനിപ്പിക്കാൻ ഒക്കെയല്ല. എങ്കിലും നമുക്കൊരു പ്രത്യാശ നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും അവിടെ കാണാം എന്നുള്ള ഒരു പ്രത്യാശ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം. തമ്പിയും കുഞ്ഞുങ്ങളെയും ദൈവം കൂടുതലായ സമാധാനം അവർക്ക് എല്ലാ ആശ്വാസവും കൊടുക്കട്ടെ.
മണക്കണ്ടത്തിൽ കുടുംബത്തിൻ്റെതായ എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയെന്തിനാം, വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയെന്തിനാം, കാർത്ത് കാകളാനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കാർത്ത് കാകളാനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കോടാ കോടി ശുദ്ധരായി പ്രിയ കൂടെ വാഴുവാൻ, കോടാ കോടി ശുദ്ധരായി പ്രിയ കൂടെ വാഴുവാൻ, കാർത്ത് കാകളാനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കാർത്ത് കാകളാനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. അനുസ്മരണങ്ങൾ തുടരുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ കണ്ട പ്രിയപ്പെട്ടവരെ അപ്പുറത്തെ സീറ്റിലോട്ട് മാറി ഇരുന്നാൽ അത് സൗകര്യപ്രദമായിരിക്കും. ദൈവമക്കളുടെ എല്ലാ ശുശ്രൂഷകളിലും ദൈവവചനത്തിന് പ്രഥമമായ സ്ഥാനമുണ്ട്. പലപ്പോഴും അതിന് സമയം കിട്ടാതെ വരുന്നു എന്നുള്ളൊരു പരാതിയും ഉണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമായ ദൈവവചനം, നമുക്ക് വഴികാട്ടിയായ ദൈവവചനം, നമ്മളുടെ എല്ലാ സാഹചര്യത്തിലും നമുക്ക് കണ്ടെത്താവുന്ന ആശ്രയമായിട്ടുള്ള ദൈവവചനത്തിൽ നിന്നുള്ള കേൾവി നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ദേവദാസൻ എബ്രഹാം തോമസ് കൊച്ചി ദൈവവചനത്തിൽ നിന്ന് അല്പസമയം നമ്മോട് സംസാരിക്കും. തനിക്ക് പ്രിയ കുഞ്ഞുമ്മയായിട്ട് ശാരീരികമായ ബന്ധവും ആത്മീയമായ ബന്ധത്തിനും ഒരുപോലെയുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. കുഞ്ഞമ്മയുടെ പിതൃ സഹോദര പുത്രനാണ് എബ്രഹാം തോമസ്. തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു. ചില വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 90-10 മുതലുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. 12 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തന്മാരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ഇതാ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങളുടെ വാത്സല്യ സഹോദരിയുടെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് ഞങ്ങളെ വിട്ട് പോയിരിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ കാര്യം പല ആവർത്തി ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുന്ന പ്രമാണം എല്ലാ നിലയിലും
അതിൻ്റെ സകല ബഹുമാനത്തോടും കൂടി ഓർക്കുന്ന ഒരു കുടുംബമാണ്. എൻ്റെ അപ്പച്ചൻ്റെ നേരെ മൂത്ത സഹോദരൻ്റെ മകളാണ് കുഞ്ഞുഞ്ഞുമാമ. ഞങ്ങളുടെ പിതാക്കന്മാരിൽ ഇന്ന് ഉള്ളത് ഞങ്ങളുടെ പ്രിയ ഉപ്പാപ്പനാണ്, KT എബ്രഹാം സാറ്. ഞാൻ ഉപ്പാപ്പനോട് ചോദിച്ചു, ഉപ്പാപ്പൻ എന്തെങ്കിലും സംസാരിക്കുന്നുവെന്ന്. തനിക്കിന്ന് ശാരീരികമായിട്ടുള്ള ക്ഷീണം ഉള്ളതുകൊണ്ട് സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് ഉപ്പാപ്പൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇതിനു മുമ്പൊക്കെ ഉള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ കുടുംബത്തെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഉപ്പാപ്പനായിരുന്നു. ശാരീരിക ക്ഷീണം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഇതുപോലെ പിന്നോട്ട് മാറുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. ഞാൻ ഇന്നലെ രാത്രി എൻ്റെ സഹോദരി അമ്മാളമാമ കുറേ നേരം സംസാരിച്ചു. കുഞ്ഞുഞ്ഞുമാമയും എൻ്റെ സഹോദരിയും അവർ ഒരേ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ താമസിച്ചവരാണ്. കൗമ്പ്രയായിട്ടുള്ള ഞങ്ങളുടെ എണ്ണക്കാട്ട് കുടുംബം, അല്ലെങ്കിൽ ഞങ്ങളുടെ തറവാട് എന്ന് പറയുന്ന കുടുംബം, അവിടെ വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. മക്കളും കൊച്ചുമക്കളുമായിട്ട് ഒരു ജാഥയ്ക്കുള്ള ആളെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ബ്രദറൻ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ച് ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ കൗങ്ങുംപ്രയാറ്റും സ്ഥലം സഭ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 30-ൽ പരം വർഷങ്ങൾ ഈ കുഞ്ഞുഞ്ഞുമാമ താമസിച്ച ഞങ്ങളുടെ കുടുംബ തറവാട്ടിലായിരുന്നു സഭാ കൂടിവരവ് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ അനേകരെ കുഞ്ഞുഞ്ഞുമാമയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തിനു വേണ്ടി നിലകൊണ്ട വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും മാതാപിതാക്കന്മാരുടെയും ശിക്ഷണത്തിൽ വളരുവാൻ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ ഒരു നിലവാരത്തിലേക്ക് നാം എത്തിച്ചേരുമെങ്കിൽ ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകളെക്കുറിച്ച് പറയുവാനിടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ കുടുംബത്തിലെ ബന്ധം എന്ന് പറയുന്നത്, എൻ്റെ മദ്രാസിലുള്ള സഹോദരൻ ജോണിച്ചാൻ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചാണ് എറണാകുളത്ത് നിന്ന്. ഇവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് കൗമ്പ്രയാറ്റോട്ട് എത്തിച്ചേരുമ്പോൾ വീട്ടിൽ വല്യപ്പച്ചൻ്റെ ആ ഭവനത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. വല്യപ്പച്ചൻ ഒരു ജഡ്ജി പോലായിരുന്നു. ആർക്കും നേരിട്ട് കയറി ചെല്ലാനായിട്ട് അനുവാദമില്ല. കുറേ വർഷം ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ ആ മുറിയിൽ തന്നെ താമസിച്ചു. ഞങ്ങളുടെ ഉപ്പാപ്പൻ, അദ്ദേഹം ഹെഡ് മാസ്റ്ററും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. എന്നാൽ വല്യപ്പച്ചൻ്റെ നേരെ നിൽക്കാനായിട്ട് ഉപ്പാപ്പൻ ഒരിക്കലും ശ്രമിക്കില്ല. പുറകെ വന്ന് ഒരു ശബ്ദം വല്ലതും വെച്ചിട്ടാ വല്യപ്പച്ചനടുത്ത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചിട്ടയോടുകൂടി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മക്കളെയും കൊച്ചുമക്കളെയും വളർത്താനായിട്ട് ശ്രദ്ധിച്ച ഒരു വല്യപ്പച്ചൻ്റെ കൊച്ചുമകളായിട്ട് ജനിക്കുവാൻ പ്രിയ കുഞ്ഞുഞ്ഞുമാമയ്ക്ക് ഭാഗ്യം ലഭിച്ചു. കുഞ്ഞുഞ്ഞുമാമയുടെ വിവാഹം നടക്കുന്നത് ഞങ്ങളുടെ കൗമ്പ്രയാറ്റ് വീട്ടിൽ വെച്ചാണ്. ഞാൻ ഇന്നലെ തമ്പിച്ചാനോട്, അളിയനോട് അത് ചോദിച്ചു. ഞങ്ങൾക്ക് അളിയൻ എന്നുള്ളതിനേക്കാൾ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് തമ്പിച്ചാനെ ഞങ്ങളുടെ ഭവനത്തിൽ കിട്ടിയത്. ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ ഇവിടെ വന്നവരെല്ലാം പറഞ്ഞു തമ്പിയുമായിട്ട് അടുത്ത ബന്ധം. ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തമ്പിച്ചാനെക്കുറിച്ചും കുഞ്ഞുഞ്ഞുമാമയെക്കുറിച്ചും പറയാനുള്ളത്, അവർ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ബന്ധം പുലർത്തി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാൾ വലിയൊരു കാര്യം എന്താണ്? അതിന് തമ്പിച്ചായന് തീർച്ചയായിട്ടും അഭിമാനത്തോടുകൂടി ഓർക്കുവാൻ കഴിയുന്നത് കുഞ്ഞുഞ്ഞുമാമ എന്ന വ്യക്തിയുടെയാണ്. ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ സ്റ്റാൻഡ്സ് എ വുമൺ. അങ്ങനെ അവർ ഇരുവരും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞ ചില അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ആ നിലയിൽ അവര് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിരുന്നു. എല്ലാ കാര്യത്തിലും കുടുംബത്തിന്റെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലായിടത്തും അവർ എത്തിച്ചേരുമായിരുന്നു. അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യമുള്ള സ്ഥലത്തൊരു ഊർജം പകരുമായിരുന്നു. അളിയൻ വന്നു കഴിഞ്ഞാൽ അളിയൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഒരു ഷൂസും ഒക്കെ ഇട്ടാണ് വരുന്നത്, മുണ്ട് കൊടുത്തിട്ട്. അതിൻ്റെ കൂടെ കുഞ്ഞുഞ്ഞുമാമയും കാണും. അവരെല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ ആ അന്തരീക്ഷത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയും. ആ നിലയിൽ അവർക്കും ദൈവം കൊടുത്ത ആത്മീയമായിട്ടുള്ള ശിക്ഷണം. അങ്ങനെ കലിശ്ശേരിലെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന CM എബ്രഹാം അവറാച്ചൻ വിദേശിയാണ് ഇവരുടെ വിവാഹം നടത്തിയത്. ഞാനത് ഇന്നും ഓർക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് ഓർത്തിരിക്കുന്ന വിവാഹങ്ങളിൽ ഒന്നായിരുന്നു പ്രിയപ്പെട്ടവരുടെ വിവാഹം. അതിനുശേഷമുള്ള അവരുടെ ജീവിതയാത്ര, ഈ കഴിഞ്ഞ 42 വർഷങ്ങൾ അവർ ജീവിച്ച് ആസ്വദിച്ച്
പ്രിയ അമ്മാമ്മ തമ്പിച്ചായനെയും ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പറന്നുപോയി എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് കഴിയൂ. ഞങ്ങൾക്ക് ആ നിലയിൽ ദുഃഖമുണ്ട്. എങ്കിലും അവരുടെ കുടുംബജീവിതം കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഇടയായി തീർന്നു. നാം ഇവിടെ വായിച്ച വാക്കുകൾ, നമ്മുടെ എല്ലാം വിചാരം നമ്മൾ ഒത്തിരി നാൾ ഈ ലോകത്ത് ജീവിക്കാൻ പോവുകയാണെന്ന്. നമ്മുടെ ശവപ്പെട്ടി ഇവിടെ എവിടെയോ അതിനുള്ള തടിയും ആശാരിയും ഒക്കെ റെഡിയായിട്ടിരിക്കുക. എപ്പോഴാണ് അത് കൊണ്ട് വെക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് നാം ഓർക്കുകയാണെങ്കിൽ. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ മോശ പറയുകയാണ്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഇനി ഏറെ ആയാൽ അത് 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗമൊന്ന് തീർന്ന് പറന്നു പോകണം. കുഞ്ഞിമാമയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ചില വർഷങ്ങൾ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചു. വാസ്തവത്തിൽ തമ്പിച്ചായനായിരുന്നു കുറെ കൂടി രോഗത്തിൻ്റെ പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയ വ്യക്തി. എന്നാൽ കുഞ്ഞുമാമയ്ക്ക് രോഗമായപ്പോഴേക്കും ആ രോഗമെല്ലാം മറന്ന് പ്രിയപ്പെട്ടവളെ ശുശ്രൂഷിക്കുവാനുള്ള ആ താല്പര്യം പ്രിയ തമ്പിച്ചായനെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി. ഇത് വേഗം തീർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ സഹോദരന്മാരോട് രോഗത്തിൻ്റെ കഷ്ടങ്ങൾ കൂടി പോകുമ്പോൾ പറയും, അയ്യോ എങ്ങനെങ്കിലും ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നമ്മുടെ ആയുസ് കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ കഷ്ടവും പ്രയാസവും തീർന്നിട്ട് ഇവിടെ നിന്നൊന്ന് പറന്നു പോകുവാൻ കാംക്ഷയോടെ ഇരിക്കുന്ന വിശ്വാസികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതിന് പ്രൈസ് ദ ലോർഡ് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇനി കുറെ നാളുകൂടി ഇവിടെ ജീവിച്ച് ഇവിടുത്തെ ചിക്കനും മട്ടനും കഴിച്ച് ഇവിടെ അങ്ങ് ജീവിക്കാൻ നമ്മൾ അങ്ങ് കൊതിക്കുക. എന്നാൽ പ്രിയന്റെ നാടിനോട് അടുക്കുവാനുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ, അവരുടെ ആഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ മോശ എഴുതിയപ്പോൾ പറഞ്ഞു, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഈ ലോകത്തിലെ കഷ്ടവും ദുഃഖവും പ്രയാസവും ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് ഞങ്ങൾ കടന്നു പോകും. അതിനെക്കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയത്. നമുക്കറിയാം ഇനി ഭാവിയിൽ സംഭവിക്കുവാനുള്ളതാണ്. ഇവിടെ ഡയബറ്റിക്സും പ്രഷറും കൊളസ്ട്രോളും ബൈപ്പാസും ഡയാലിസിസും ഒക്കെ നിറഞ്ഞ ഈ ദുരിതപൂർണമായ ജീവിതം. എന്നും കേൾക്കുന്നത് ക്യാൻസർ രോഗികളുടെ വിവരമാണ്, എന്നും കേൾക്കുന്നത് ബൈപ്പാസിന്റെ വിവരമാണ്, ആക്സിഡന്റിന്റെ വിവരമാണ്. ഇങ്ങനെ ഈ ലോകത്തിലെ ഈ ദുഃഖം നിറഞ്ഞ ജീവിതം ഒന്ന് അവസാനിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നാം ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അതിന് മറുപടി പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയപ്പോഴാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് നാം എത്രയും വേഗം നമ്മുടെ കർത്താവിനോടുകൂടെ ചേരുവാനായിട്ട് പോകുകയാണ്. അതിനെക്കുറിച്ച് സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകണം. അതാണ് നമ്മുടെ ഭാഗ്യകരമായിട്ടുള്ള പ്രത്യാശ. അവിടെ നാം നമ്മുടെ പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ അനേകരെ കാണുവാനായിട്ട് പോവുകയാണ്. ഈ അടുത്ത നാളുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ എത്രയോ പേര്, പ്രായം കുറഞ്ഞവർ, പ്രായമുള്ളവർ, കുഞ്ഞുങ്ങളൊക്കെ മാറ്റപ്പെട്ട ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അവരോടുകൂടെ പറയുവാനായിട്ടുള്ളത്, കർത്താവ് അവരോടുകൂടെ വസിക്കുവാനായിട്ട് പോവുകയാണ്. അവൻ അവരുടെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. തമ്പിച്ചായ, എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ കണ്ണുനീർ തുടച്ചു കളയുന്ന കർത്താവ്, അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായിരിക്കുന്ന പ്രത്യാശ. 1984 എൻ്റെ സഹോദരൻ സൗദി അറേബ്യയിൽ ആക്സിഡന്റിൽ മരിച്ചു. സഹോദരന്റെ മകളെ ഇവിടെ കൊറിയൻ വരെ ഇത് ലീഡ് ചെയ്യുന്ന CS എബ്രഹാം അവറാച്ചായന്റെ മകൻ രാജുവാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരു പെട്ടെന്നുള്ള മരണവും ദുഃഖവും ഉണ്ടായി. അന്ന് എൻ്റെ ബ്രദറിന്റെ മക്കൾ അനിയും ലെനിയും, അവർ കൊച്ചുകുട്ടികളാണ്. അവർ ചാൾസ് ജോൺ വന്നപ്പോൾ ചോദിച്ചു, അങ്കിളെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചത്? അന്ന് രാത്രിയിൽ താൻ എഴുതിയ പാട്ടാണ്, എന്നിനെയും വന്നങ്ങ് ചേർന്നിടും ഞാൻ നിന്നരികിൽ, ആശയാൽ നിറഞ്ഞിടുന്നൻ മാനസം കൊതിച്ചിടുന്നേ എന്നുള്ള പാട്ട്. അതിനകത്തെ ഒരു വരി ഇങ്ങനെയാണ് പോകുന്നത്, നീ തരുന്ന ശോധന വേദനകൾ നന്മയെന്ന് നാളുകൾ കഴിഞ്ഞിടുമ്പോൾ നാഥ ഞാൻ അറിഞ്ഞിടുമേ. ഇന്ന് പക്ഷെങ്കിൽ അതിൻ്റെ നന്മ അറിയുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അന്ന് പറഞ്ഞ ഒരു കാര്യം, ചാൾസ് എൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. 1985 ജനുവരിയിലാണ് ആ ഫ്യൂണറൽ നടന്നത്. ഞാൻ ഇന്നും ഓർത്തിരിക്കും. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാം ദൈവത്തോട് ചോദിക്കും, വൈ ഇറ്റ് ഈസ് ഹാപ്പൻ ടു മീ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞ ചില മാസികകളിൽ ഒരു
കടങ്കഥ ചോദിക്കും, ഉത്തരം അടുത്ത ലക്കത്തിൽ എന്ന് പറയും. അപ്പോൾ പലപ്പോഴും ഈ ചോദ്യം വായിച്ചിട്ട് ഉത്തരം അറിയുവാനുള്ള ആകാംക്ഷയോടുകൂടി നാം അടുത്ത ലക്കം മാസിക വരാനായിട്ട് കാത്തിരിക്കും. നാളുകൾ കഴിഞ്ഞിടുമ്പോൾ, നമ്മുടെ നാഥൻ വരുമ്പോൾ നാം അന്ന് അറിയും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അതിനേക്കാൾ പ്രത്യാശകരമായിരിക്കുന്ന മറ്റൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. എന്തോ ഒരു ഭാഗ്യകരമായിട്ടുള്ള ഒരു പ്രത്യാശയുടെ വാക്കുകളാണ് ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. ഇനി മരണം ഉണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ പല സഹോദരിമാർ, വിധവമാരായിട്ടുള്ളവരെ എനിക്കിവിടെ കാണാനായിട്ട് കഴിയും. ജീവിതത്തിൻ്റെ ആ കുടുംബജീവിതങ്ങൾ നുകർന്നനുഭവിച്ചതിൻ്റെ മധ്യത്തിൽ വേർപാട് കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റിയ അനേകർ ഇവിടെ ഉണ്ട്. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇരിക്കുന്ന ആശ്വാസം ഇതാണ്: നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ദുഃഖവും മുറവിളിയും ഇനി ഉണ്ടാകില്ല. അത് മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭാതത്തിൽ വിശുദ്ധന്മാർ എല്ലാവരും ആകാശമേഘങ്ങളിലേക്ക് ഉയരുമ്പോൾ അവർ പാടുന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. ആ ദിവസങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും നമുക്കുള്ള ഒരു നിർദ്ദേശം കൂടി അവിടെ ആ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അത് മാത്രം ഒന്ന് ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ടീച്ച് us to number our days. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവേ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല, അതുകൊണ്ട് ഉള്ള ദിവസങ്ങൾ വിശ്വസ്തയോടുകൂടി ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് കൈത്താങ്ങൾ കൊടുക്കുവാൻ, ആ നിലയിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ നമുക്കേവർക്കും ഓർക്കുവാൻ കഴിയുന്ന കാര്യം, ഇനി മരണമുണ്ടാകുകയില്ല. നാം എന്നും എന്നേക്കും നമ്മുടെ കർത്താവിനോടുകൂടി ആയിരിക്കും. അന്ന് നമ്മുടെ പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ നാം കാണും, കുഞ്ഞുഞ്ഞു മാമയും നാം കാണുവാൻ പോകുന്നു. ആ പ്രത്യാശയോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളെ നിറയട്ടെ. ഈ സന്ദർഭത്തിൽ ഈ കുടുംബത്തിന് എല്ലാ ആശ്വാസവും വലിയവനായ ദൈവം ഒരുക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് ചില അനുസ്മരണങ്ങൾ കൂടി നമ്മൾക്കുണ്ട്. ബ്രദർ MC തോമസ് മേക്കുഴൂർ, ജോ എണ്ണക്കാട്, ഗോഡ്ലി വറീസ് എറണാകുളം. ഈ ക്രമത്തിൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദുഃഖത്തിൻ്റെ വേളയിൽ പ്രിയ സഹോദരി നമ്മെ വിട്ട് വേർപിരിഞ്ഞായ ഈ സമയം എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് എന്ന് നമ്മൾ ചോദിച്ചു പോകാം. എന്നാൽ തിരുവചനം പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവത്തിനൊരു വിലയേറിയ കാര്യം ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായി, അതിന് യാതൊരു സംശയവുമില്ല. പ്രിയ സഹോദരിയുടെ വേർപാട് ഹൃദയത്തെ വളരെ ദുഃഖിപ്പിച്ചു എങ്കിലും എത്രയോ വലിയൊരു പ്രത്യാശയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. എത്രയും വേഗം നമുക്ക് പ്രിയപ്പെട്ടവളെ വീണ്ടും കാണാം എന്നുള്ളൊരു ഉറപ്പ് ദൈവവചനത്തിൽ കൂടി നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഒരു ശവസംസ്കാര വേളയിൽ ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഭക്തൻ പറഞ്ഞത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ 3 അതിശയങ്ങൾ അവിടെ കാണും. 3 അത്ഭുതങ്ങളാണ് താൻ അവിടെ പ്രതീക്ഷിക്കുന്നത്.
അതിലൊന്ന്, താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകരെക്കുറിച്ച് അവർ തീർച്ചയായും സ്വർഗത്തിൽ കാണും എന്നുള്ള ആ വലിയ പ്രതീക്ഷ തനിക്കുണ്ടായിരുന്നു. എന്നാൽ പലരെയും, ചിലരെയൊക്കെ അവിടെ കാണുന്നില്ല, പ്രതീക്ഷിച്ചവരിൽ ചിലരൊന്നും അവിടെ ഇല്ല എന്ന് കണ്ടതൊരു വലിയ അതിശയമായി തനിക്ക് അനുഭവപ്പെട്ടു. രണ്ടാമത്തെ അതിശയം, താൻ പ്രതീക്ഷിക്കാതിരുന്ന അനേകരെ അവിടെ കാണും എന്നുള്ളതാണ് രണ്ടാമത്തെ അതിശയം. എന്നാൽ തനിക്ക് കാണുവാൻ കഴിയുന്ന മൂന്നാമത്തെ അതിശയം, താൻ അവിടെ കാണും എന്നുള്ളതാണ്. ഞാനും അവിടെ കാണും എന്നുള്ള ആ ഉറപ്പ്, അതാണ് മൂന്നാമത്തെ അതിശയമായി താൻ ദർശിച്ചത്. ഇത് തീർച്ചയായും സംഭവിക്കാൻ പോകുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ ഈ മൂന്നാമത്തെ കാര്യം നമ്മൾ ഓരോരുത്തരും നിശ്ചയിക്കേണ്ടതായ കാര്യമാണ്. ഞാൻ അവിടെ കാണും, സ്വർഗത്തിൽ ഞാൻ കാണും എന്നുള്ള ആ ഉറപ്പ്, ആ ധൈര്യം എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന അനേകർക്ക് ധൈര്യത്തോടുകൂടെ ഇത് പറയുവാനായിട്ട് കഴിയും, ഞാനും അവിടെ കാണും എന്നുള്ളത്. എന്നാൽ എന്നെ കേൾക്കുന്നവരായ ആരെങ്കിലും ഈ ഉറപ്പില്ലാത്തവരായിട്ട് ഉണ്ട് എങ്കിൽ, എങ്ങനെയാണ് നമുക്ക് ഈ ഉറപ്പ് ലഭിക്കുന്നത്? എങ്ങനെയാണ് നിശ്ചയം ലഭിക്കുന്നത്? കർത്താവായ ക്രിസ്തുയേശു സ്വന്തം രക്തത്താൽ, സ്വന്തം ശരീരയാഗത്താൽ നമുക്ക് ഒരു വലിയ വീണ്ടെടുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതിൽ പരിപൂർണമായി വിശ്വസിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികളും കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടുകയും സ്വർഗത്തിൽ നാം കാണുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകും. എനിക്ക് ആ ഉറപ്പുണ്ട്, ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് ആ ഉറപ്പുണ്ട്. എന്നാൽ ആർക്കെങ്കിലും ആ ഉറപ്പില്ല എങ്കിൽ നമുക്ക് നിശ്ചയമില്ല എന്നാണ് നാം ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകുന്നത് എന്നുള്ളത്. എന്നാൽ നാം പോകുമ്പോൾ എവിടേക്ക് പോകുന്നു എന്നുള്ള ആ ഉറപ്പോടുകൂടെ ഇവിടുന്ന് പോകണം എന്നാണ് എൻ്റെ ഹൃദയത്തിലെ വാഞ്ചയും ആഗ്രഹവും. നമ്മുടെ പ്രിയ സഹോദരി തീർച്ചയായും അവിടെ കാണും എന്നുള്ള ആ വലിയ നിശ്ചയം എൻ്റെ ഹൃദയത്തിലുള്ള ഉണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരിയെയും അവിടെ വീണ്ടും കാണും. എത്രയും വേഗം നമ്മുടെ കർത്താവ് വരികയും നമ്മെ തൻ്റെ അരിയിലേക്ക് ചേർക്കുകയും ചെയ്യും. അപ്പോൾ അനേകായിരങ്ങൾ കർത്താവിനെ എതിരേക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ പ്രിയ സഹോദരിയും ആ കൂട്ടത്തിൽ കാണും, ഞാനും ആ കൂട്ടത്തിൽ കാണും. എനിക്ക് വീണ്ടും പ്രിയ സഹോദരിയെ കാണാം എന്നുള്ള ആ ഉറപ്പ് എൻ്റെ ഹൃദയത്തിലുണ്ട്. നമുക്കെല്ലാം ആ ഉറപ്പോടുകൂടെ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യട്ടെ. പ്രിയ തമ്പിയെ ഓർക്കുമ്പോൾ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ട്. കാരണം ജീവന് തുല്യമായി പ്രിയപ്പെട്ടവളെ സ്നേഹിച്ച് അവളെ കരുതി അവൾക്ക് തനിക്ക് ചെയ്യാവുന്നതിലെ ഏറ്റവും മനോഹരമായ ശുശ്രൂഷകൾ കൊടുത്ത് ആ പ്രിയപ്പെട്ടവളെ പരിപാലിച്ചു. കഷ്ടതയുടെയും രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെ ഒക്കെ വേളകളിൽ പ്രിയപ്പെട്ടവൻ തനിക്ക് തന്നെ ശരീരത്തിൽ സൗഖ്യമില്ലാത്തവനെങ്കിലും പ്രിയപ്പെട്ടവൾക്കൊരാശ്വാസമായിരുന്നു. ഇതൊരു വലിയ ദുഃഖമാണ് പ്രിയപ്പെട്ടവനെ നേരിട്ടത്. സ്വർഗത്തിലെ ദൈവം തന്നെ പ്രിയപ്പെട്ടവനെ ആശ്വസിപ്പിക്കട്ടെ. ദുഃഖത്തിൽ ഇരിക്കുന്ന മക്കളെയും മറ്റ് പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ തമ്പിയുടെ പിതാവിൻ്റെ ഭവനത്തോട് ബന്ധപ്പെട്ടാണ്, അതിലെ ഒരംഗമെന്നുള്ള നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അനേകർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രിയ തമ്പിയുടേക്കും ആ ഭവനത്തിനും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ
വലിയ കൃപ പകർന്നു കൊടുക്കട്ടെ, ആശ്വാസം പകർന്നു കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖം പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പല വേദികളിലും പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ അമ്മാമ്മയെക്കുറിച്ച് എനിക്ക് അളിയനെക്കുറിച്ച് ഒത്തിരി സ്മരണകൾ പറയാനുണ്ട്. പക്ഷേ ഇനി ഞാനിവിടെ പറയണമെന്ന് ആഗ്രഹിച്ചില്ല. കാരണം പലപ്പോഴും എൻ്റെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ വികാരപരിതനായി തീരാറുണ്ട്. പക്ഷേ അതുകൂടാതെ പൊതുവേദികളിൽ ഞാൻ അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരനാണ്. എൻ്റെ സഹോദരനോട് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞിമാമ്മയുടെ വിവാഹം നടക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരി വീട്ടിലിരിപ്പുണ്ട്. അമ്മാമ്മയുടെ വിവാഹം നടന്നു, പക്ഷേ അതെനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ വിവാഹം നടക്കുന്നത് കുഞ്ഞിമാമ്മയുടെ വിവാഹമാണ്. ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു. അന്ന് മാമൂട്ടിലെ അപ്പച്ചൻ കുലശേഖരത്തെ തോട്ടത്തിൽ ആയിരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഈ മുമ്പേ സംസാരിച്ച ജ്യേഷ്ഠനും ഞങ്ങൾ പലപ്പോഴും പല അഭിനയങ്ങൾ നടത്താറുണ്ട്. അതിൽ ആദ്യമേ ഞങ്ങൾ രണ്ടുപേരും നടത്തുന്ന വിവാഹത്തിൻ്റെ നടത്തിൽ അഭിനയം അമ്മാമ്മയുടെ അളിയൻ്റെയും പേര് വെച്ച് ഞങ്ങൾ ഇങ്ങനെ അതെൻ്റെ ഓർമ്മയിൽ ഞങ്ങളെപ്പോഴും അത് ആ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ നടത്തുമായിരുന്നു. അളിയനെ മുമ്പേ വളരെ സംസാരിച്ചതുപോലെ തന്നെ പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പറഞ്ഞവർക്കെല്ലാം ഒരേ അനുഭവം തന്നെയാണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് ഓർമ്മയിൽ വരുന്നത് ഈ അളിയനാണ്, തമ്പിച്ചായനും കുഞ്ഞിമാമ്മയും. അവർ ഈ സമൂഹത്തിൽ ഒരു മാതൃകയാണ് കാണിച്ചു വെച്ചിട്ട് പോയത്. ഞാൻ പലപ്പോഴും അനുസ്മരണ യോഗങ്ങളിൽ പറയാറുണ്ട്, ഇന്ന് പലയിടത്തും പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ അധികപ്പറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അത് വേർപെട്ട സമൂഹത്തിനുമുണ്ട്, വിശ്വാസ സമൂഹത്തിനുമുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് തമ്പിച്ചായനെ സംബന്ധിച്ചിടത്തോളം അമ്മാമ്മയായിട്ടുള്ളത് എന്നുള്ളത് ഈ ലോകത്തുള്ള ഈ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാവുന്നൊരു വസ്തുതയാണ്. ഞാൻ പലപ്പോഴും രോഗക്കിടക്കൽ വന്ന് പിരിഞ്ഞു പോകും, അമ്മാമ്മയെ കാണും, സംസാരിക്കും. പക്ഷെ ഞങ്ങളെപ്പോഴും പിരിയാൻ നേരത്ത് പരസ്പരം ചുംബിച്ചിട്ട് മാത്രമേ പിരിയാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏറ്റവും ആശുപത്രിയിൽ വെച്ചായിരുന്നു അമ്മാമ്മയെ കണ്ടത്. അന്നേരവും സ്നേഹ ചുംബനം കൊടുത്താണ് ഞാൻ പിരിഞ്ഞു പോയത്. പക്ഷേ ഒരിക്കലും ഒരു അന്ത്യചുംബനമായിരിക്കും എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അളിയനെ അമ്മാമ്മയെ ശുശ്രൂഷിക്കുന്നതിൽ, എൻ്റെ ഈ സഹോദരിയെ ശുശ്രൂഷിക്കുന്നതിൽ ഇത്രമാത്രം ശുഷ്കാന്തി കാണിച്ച ഒരു മനുഷ്യൻ വേറെ കാണില്ല. അത്രമാത്രം സ്നേഹം അമ്മാമ്മയ്ക്ക് കൊടുത്തു. ഞങ്ങൾക്ക് അളിയനെന്നല്ല, അളിയൻ ഞങ്ങൾക്ക് ജ്യേഷ്ഠനാണ്. ഞാനൊരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് തരാവുന്ന എല്ലാ അഡ്വൈസും, ഞാൻ ഓരോ കാര്യത്തിലും എന്നെ വിളിച്ച് അളിയൻ അഡ്വൈസ് ചെയ്യും. അതിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹോദരിയിൽ കൂടെ അളിയന് ഞങ്ങളെക്കുറിച്ച് ലഭിച്ച ആ ഒരു നല്ല ധാരണയുടെ പേരിലാണ് അളിയൻ ഞങ്ങൾക്കെല്ലാം എപ്പോഴും നല്ല അഡ്വൈസുകൾ തന്നുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ സമയത്ത് നാടിൻ്റെ വിദേശത്ത് പല ഭാഗത്തും ഞങ്ങളുടെ സഹോദരങ്ങൾ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് അവരെല്ലാം അനുശോചനം പറഞ്ഞിട്ട് അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ഉപ്പാപ്പൻ്റെ മോൾ രാജമ്മ എന്നെ വിളിച്ചു. ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളും മക്കളെല്ലാം വിളിച്ചു. അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാം പേരിലുള്ള അനുശോചനം എന്നെക്കാട്ടെ ഞങ്ങളുടെ ജനറേഷനിൽപ്പെട്ട, ഞങ്ങളുടെ ഈ സഹോദരിയുടെ ജനറേഷനിൽപ്പെട്ട എല്ലാവരുടെയും അനുശോചനം ദുഃഖവും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അളിയനെയും മക്കളെയും കൊച്ചുമക്കളെയും സഹോദരങ്ങളെയൊക്കെ വലിയനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് എനിക്ക് തമ്പിച്ചാനെ പരിചയപ്പെടുവാനായിട്ടിടയായത്. അന്നു മുതലേ തമ്പിച്ചാനെക്കുറിച്ച് എനിക്ക് ഓർക്കുവാനായിട്ടുള്ളത് വളരെ സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തി, എവിടെയും ഓടിയെത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. കുഞ്ഞുമാമ ഞാൻ രോഗിയായിട്ടിരുന്നതിന് ശേഷമാണ് അടുത്ത് ഇടപെടുവാനായിട്ടിടയായത്.
ICUവിൽ ഞാൻ പോയി അനേക രോഗികളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ICUവിൽ പോയി കാണുമ്പോൾ ഇത്രയും പ്രസന്നവതയായിട്ടിരിക്കുന്ന, ചിരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പിന്നിലുള്ളത് ദൈവത്തിൻ്റെ വലിയ കൃപ എന്ന് മാത്രമാണ്. ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള പ്രത്യാശയും കൊണ്ട് ആ നിലയിൽ തൻ്റെ ജീവിതം ഏറ്റവും സാക്ഷ്യമുള്ളതായിട്ട് കഴിപ്പാനായിട്ട് പ്രിയ സഹോദരിയെ ദൈവം സഹായിച്ചോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ചില നാളുകളായിട്ട് പ്രിയപ്പെട്ടവളെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഓർക്കുവാനായിട്ട് ഇടയായി. സൗദി അറേബ്യയിലെ ജിദ്ദയിലുള്ള സഭയും പാലാരൂട്ടത്തുള്ള സഭയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കർത്താവിൻ്റെ ഹിതം ഇതായിരുന്നല്ലോ എന്നോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നില്ല, അബദ്ധവശാൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് തക്ക സമയത്ത് അവൻ്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ടവരെ ചേർത്ത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് മാനുഷികമായിട്ട് ദുഃഖമുണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരായിരിക്കുന്നത് സ്തേഫാനോസിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് മാനുഷികമായിട്ട് ദുഃഖമുണ്ടെങ്കിലും മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുവാൻ ഇടയാകാതെ ദൈവം നമുക്ക് കൃപ തരുന്ന ഓർത്ത് സ്തോത്രം ചെയ്യാം. വരും ദിവസത്തിലും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് വേണ്ട കൃപയും ബലവും തരുമാറാട്ടെ. അവർ തന്റെ ജനം താൻ അവരോടുകൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടുന്ന അവർ തന്റെ ജനം താൻ അവരോടുകൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടുന്ന മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി നേടുകില്ല. മൃത്യുവും ദുഃഖവും മുറവിളിയോ നിന്ന കഷ്ടതയും ഇനി നേടുകില്ല. വാനസേനയുമാ വരും പ്രിയം വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയം വാനമേഘേ വരുമല്ലോ. വരവേറ്റാൻ സമീപമായി ഒരുങ്ങു സഹചരെ സ്വർഗീയ മണാളനെ എതിരെ പാൻ. വരവേറ്റാൻ സമീപമായി ഒരുങ്ങുക സഹചര സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. ഇവിടെ ഒരു ലേഡീസ് മാച്ച് ആരുടെയോ നഷ്ടപ്പെട്ടത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശുശ്രൂഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉടമസ്ഥർ വന്നാൽ അത് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് സുശേഷകന്മാരായ AV എബ്രഹാമും അതിനുശേഷം സുശേഷൻ CM ചാക്കോയും അല്പസമയം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1995 കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പുല്ലാട് വള്ളിപ്പറമ്പിൽ ഭവനത്തിൽ വന്ന് താമസമാക്കിയ അന്നു മുതൽ ഈ ദിവസം വരെയും പ്രിയ തമ്പിച്ചാൻ്റെ ഭവനവുമായിട്ട് ഹൃദ്യമായ ആത്മീയ ബന്ധം പുലർത്തുവാൻ ഞങ്ങൾക്ക് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും പ്രിയ തമ്പിച്ചാൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് അവരുടെ സ്നേഹം അനുഭവിപ്പാൻ, അവരുടെ ഹൃദ്യമായ സ്നേഹം, ദൈവസ്നേഹത്തിൽ ദൈവദാസന്മാരെ ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്
എനിക്കും അനുഭവിപ്പാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രിയ കുഞ്ഞുഞ്ഞമ്മ സഹോദരിയെ സംബന്ധിച്ച് ഞങ്ങളോട് വളരെ സന്തോഷകരമായി ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ഞങ്ങളോട് സഹകരിക്കുവാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ ദാസിയെ കർത്തൃസന്നിധിയിൽ ചേർത്തുകൊള്ളപ്പെട്ടു എന്നുള്ളത് നമുക്ക് മാനുഷിക വശത്ത് ദുഃഖമുണ്ടെങ്കിലും കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട ദാസിയുടെ ശാരീരികമായ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ഇവിടെ നിന്ന് പ്രിയ തമ്പിച്ചാന് ഈ കുറിയനൂരിലുള്ള സ്ഥലം വിറ്റ് മാമൂടിന് പോകുന്നതിന് 2 ആഴ്ച മുമ്പ് പ്രിയ അമ്മാമ്മയുടെ കിടക്കയുടെ അടുത്ത് ചെന്ന് എനിക്ക് കാണുവാനും പ്രാർത്ഥിപ്പാനും കഴിഞ്ഞിട്ടുണ്ട്. മരണവാർത്ത അറിഞ്ഞ് മോർച്ചറിയിൽ വയ്ക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് പ്രാർത്ഥിപ്പാനും കാണുവാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും കർത്താവ് സഹായിച്ചു. തിരുവെഴുത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയദാസിയെ ബലഹീനമായ ശരീരത്തോടെയല്ല, തേജസ്കരിക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരത്തിൽ തുല്യമായ ശരീരത്തോടെ കണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എല്ലാവിധമായ സ്വർഗീയ ആശ്വാസവും ഹൃദയങ്ങളിൽ നൽകി ധൈര്യപ്പെടുത്തട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനേക കാര്യങ്ങൾ ഈ പ്രിയ കുടുംബത്തോട് ചേർന്ന് പറയുവാനായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരിൽ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ പ്രിയ അമ്മാമയിൽ കൂടെയുള്ള സൽക്കാരം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 1-2 വർഷത്തെ പരിചയമല്ല, കഴിഞ്ഞ നീണ്ട 22 വർഷമായി പ്രിയ തമ്പിച്ചാനുമായും പ്രിയ അമ്മാമയുമായും പ്രിയ മക്കളുമായുള്ള ആത്മീയ ബന്ധം സ്ഥാപിക്കുവാൻ തക്കണം ദൈവമിടയായി. ഇവിടെ ഓർപ്പിച്ചതുപോലെ 1990 കാലഘട്ടത്തിൽ പ്രിയ സജി സുവിശേഷം ബാലസംഘ കുമ്മനാട് സെൻ്റർ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് ആ കാലഘട്ടം ഞാൻ വിശ്വാസത്തിലേക്ക് വരികയും തന്നിൽ കൂടിയാണ് ഈ കുടുംബമായി പരിചയപ്പെടുവാൻ തക്കണം ദൈവമിടയായത്. താൻ കുവൈറ്റിലേക്ക് പോയപ്പോൾ ആ സെൻട്രൽ സെക്രട്ടറി സ്ഥാനം എന്നെ ഏൽപ്പിച്ചതിന് ശേഷമാണ് താൻ പോയത്. അന്നു മുതൽ 22 വർഷമായി ഈ പ്രിയ ഭവനുമായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല. പലരും എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഉപദേശിച്ച് ഞങ്ങളുടെ പഠിക്കക്കൂടെ പോയപ്പോൾ ഒന്ന് കയറുകയില്ല. ശരിയാണ്. എന്നാൽ ഈ പ്രിയ ഭവനത്തിൽ ആഴ്ചയിൽ 1-2 ആഴ്ച ഒഴികുമോ തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മാതാവും പിതാവും കൊച്ചിലെ മരിച്ചു. എനിക്ക് മാതാപിതാക്കളുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള അനുഭവം, ആ വിടവ് നികത്തുന്നത് പലപ്പോഴും പ്രിയ തമ്പിച്ചാനും പ്രിയ ഭവനത്തിൽ കൂടിയാണ്. ഞാനധികം കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അനേക ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ തമ്പിച്ചാനെ പോലെ ഭാര്യയെ ശുശ്രൂഷിച്ച ഒരു ഭർത്താവിനെ അധികം കാണുവാൻ എനിക്കിടയായിട്ടില്ല. സമയം മുമ്പോട്ട് പോകുന്നതിന് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമാമ ജീവനോടെ കാണുന്നത് കർത്തസേനയിലേക്ക് ചേർക്കോട്ടെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രഭാതത്തിലാണ്. അതിൻ്റെ തലേ ബുധനാഴ്ച തിരുവല്ല മെഡിക്കൽ മിഷനിലേക്ക് ഞാൻ കടന്നുപോയി. ഞാനും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനും കടന്നുപോയി. സാധാരണ ഞാൻ അധികം ഇരിക്കാറില്ല. ഹോസ്പിറ്റലിൽ പോയിരുന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോരും. എന്നാൽ അന്ന് ഞാൻ അവിടെ പോയിരുന്ന് മൂക്കിലൊക്കെ ട്യൂബിൽ കൂടിയൊക്കെ വെള്ളം കൊടുക്കുക. ആ അവസ്ഥ കണ്ട് ഞാൻ ഒരു 1.5 മണിക്കൂർ സമയം പ്രിയ തമ്പിച്ചാനുമായിട്ട് അവിടെ ഇരിപ്പാനിടയായി. അമ്മാമയപ്പോൾ എനിക്ക് കഠിനമായ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയ തമ്പിച്ചാൻ വയ്യാതെ അടുത്ത് പോയി
നേഴ്സിൻ്റെ കയ്യിൽ നിന്നും ബാം വാങ്ങിച്ചുകൊണ്ട് വന്ന് പുരട്ടി. സ്വല്പം കൂടെ പുരട്ടാൻ പറഞ്ഞപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു, മോളെ ഇനിയും കൂടുതൽ പുരട്ടിയാൽ പൊള്ളും, അതുകൊണ്ട് ഇത് മതി. ഞാൻ സാധാരണ വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അന്നാദ്യമായിട്ട് ഞാൻ പ്രിയ തമ്പിച്ചാൻ്റെ അടുക്കൽ ഇരുന്നുകൊണ്ട്, കർത്താവേ അവിടുത്തെ ഹിതം തികച്ചെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കകം പ്രിയമാമയെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാനാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്. സുവിശേഷ പേരെയും സുവിശേഷന്മാരെയും സ്നേഹിക്കുന്ന ഒരു കുടുംബം. പ്രിയ സജി കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാസം മാസം പ്രിയ തമ്പിച്ചാന് ആവശ്യങ്ങൾ ഭൗമിക നന്മകൾ അയച്ചു കൊടുക്കും. അതിൻ്റെ വിഹിതം ദൈവനാമത്തിന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി എന്നോട് പറയും, മോനിച്ച ഇത് ഇന്നാർക്ക് കൊടുക്കേ, ഇന്നാർക്ക് കൊടുക്കേ, ഇത് ഇന്നതിന് കൊടുക്കേ. കർത്താവിന് കൊടുക്കേണ്ടതൊന്നും അവർ കൊടുക്കാതിരുന്നിട്ടില്ല. എന്നോട് പറയും, ഗൾഫിനും അമേരിക്കനും ഒക്കെ ആളുകൾ വരും. എന്നോട് മോനിച്ച ഇന്ന സുവിശേഷന്മാർ അഡ്രസ്സ് ഉണ്ട്, എനിക്ക് തരണം, എനിക്ക് അവരെ കൊടുക്കാൻ. പ്രിയ തമ്പിച്ചാനിൽ കൂടെ ആ കുടുംബത്തിൽ കൂടെ ശുശ്രൂഷ ഏൽക്കാത്ത സുവിശേഷന്മാർ ഈ ചുറ്റുപാടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബത്തെ അധികം ആശ്വസിപ്പിക്കട്ടെ. പ്രിയ തമ്പിച്ചാനെയും പ്രിയ സജിയെയും കുടുംബത്തെയും പ്രിയ അജിയെയും കുടുംബത്തെയും മറ്റ് ബന്ധുക്കാരെയും ബലവാനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഇത്തരണത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെയും വെണ്ണിക്കുളം ഇമ്മാനുവൽ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിൻ്റെയും സുവിശേഷം ബാലസംഘം കുമ്മനാട് സെൻ്ററിൻ്റെയും ബൈഎംഇ കുമ്മനാട് സെൻ്ററിൻ്റെയും എല്ലാ പ്രവർത്തകരുടെ പേരിലുള്ള എല്ലാവിധമായ പ്രത്യാശയെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയം മിക്കവാറും അവസാനിക്കാറായി. ഒന്ന് രണ്ട് പേരുകൂടി വളരെ ചുരുക്കമായിട്ട് ഓരോ മിനിറ്റ് എടുത്ത് അവസാനിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മിസ്റ്റർ എബ്രാം മാത്യു, അതിനുശേഷം പാസ്റ്റർ വർഗീസ് പി ജോൺ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സറമാമയുടെ മൃതദേഹത്തിനരികിൽ നിന്നുകൊണ്ട് രണ്ട് വാക്ക് പറയുവാൻ എനിക്ക് അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കുടുംബത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പുലിയൂർ ബ്രദറൻ അസംബ്ലിയിലായിരിക്കുന്നു. അവിടെ കൂടി വരുന്ന ഈ സറമാമയുടെ സഹോദരി സൂസമ്മാമ, ആ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് ഈ സറമാമയെ പറ്റി അറിയുവാനും പരിചയപ്പെടുവാനും ഒക്കെ എനിക്ക് ഇടയായി തീർന്നത്. അതോടുള്ള ബന്ധത്തിൽ ചില നാളുകളായി അമ്മാമ്മയുടെ രോഗവിവരം അറിയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ മെഡിക്കൽ മിഷനിൽ അഡ്മിറ്റായ ആ സമയത്തും ഞങ്ങൾക്ക് കുടുംബമായിട്ട് പോയി അമ്മാമ്മയെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ ദൈവദാസന്മാരെയും ദൈവമക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു കുടുംബമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. അത് എൻ്റെയും ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. ഞാനൊരിക്കൽ പത്തനംതിട്ടയിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ വണ്ടിയിലിരുന്നു കൊണ്ട് ഞാൻ സുസമ്മാമയെ വിളിച്ച് സാറമാമ താമസിക്കുന്ന വീട് എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ച് അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ആ വീട്ടിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമാമയെ കണ്ട് പ്രാർത്ഥിച്ച് പോരുവാനായിട്ട് ഒരുങ്ങിയ ആ സമയത്ത് അന്ന് അമ്മാമ്മയുടെ മൂത്ത മകൻ സജി നാട്ടിൽ വന്നിട്ടുള്ള അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആ ഭവനത്തിലില്ല. എന്നാൽ അമ്മാമ്മ ഞങ്ങളെ വളരെ വളരെ നിർബന്ധിച്ചു, സജി വന്ന് കണ്ടിട്ട് പോയാൽ മതി, സജി ഇപ്പം വരും. ഞാൻ പറഞ്ഞു, അല്ല മാമേ, ഞങ്ങൾ പോകട്ടെ, ഞങ്ങൾക്ക് അല്പം തിടുക്കമുണ്ട്. ഉടനെ അമ്മാമ്മ ഫോൺ ചെയ്ത് സജി എവിടെയായി എന്ന് അത് അന്വേഷിച്ച് പെട്ടെന്ന് വീട്ടിൽ വരണം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ നിലയിൽ ദൈവമക്കളെ കരുതുകയും ദൈവത്തെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത പ്രിയ അമ്മാമ്മ ഇന്ന് നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അത് വിശ്രമിക്കുന്നല്ലോ. തൻ്റെ രോഗങ്ങൾ ഇല്ലാത്ത ആ രോഗമില്ലാത്ത, ആ ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത അനുഭവത്തിലേക്ക് കഴിഞ്ഞ ദിവസം ദൈവം വിളിച്ചു ചേർക്കുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ കുടുംബമായി ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ പുലിയൂർ ബ്രദറൻ ചർച്ചിൻ്റെയും
അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങൾക്ക് ദൈവം വലിയ സമാധാനവും ആശ്വാസവും പകർന്ന് പ്രത്യാശയോടെ ആയിരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ മാമയുടെ അനുജത്തി കുഞ്ഞുമോൾ മാമ ചിറ്റാർ മീൻകുഴി സഭയിലാണ് അവരെ കുടുംബമായി കർത്താവിനെ ആരാധിക്കുന്നത്. മണ്ണിലെ റജിച്ചാൻ ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതോടുള്ള ബന്ധത്തിലാണ് ചിറ്റാറിൽ നിന്ന് ഞങ്ങൾ സഭയിൽ നിന്ന് കുറച്ച് സഹോദരന്മാർ ഒന്നിച്ച കടന്നുവരവായിടയായി തീർന്നത്. ഇന്ന് പകൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ വാത്സല്യമുള്ളവർക്കും അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വാസം തന്ന് ആശ്വസിപ്പിക്കുകയും പ്രത്യാശയോടെ ദൈവം എല്ലാവരെയും നടത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചിറ്റാർ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ മീൻകുഴി സഭയുടെ എല്ലാ അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കുറിയന്നൂർ ബ്രദർ അസംബ്ലിയെ പ്രതിനിധീകരിച്ച് ബ്രദർ ജോയ് മാത്യു അല്പസമയം എടുക്കും. അതിനുശേഷം പ്രിയ തമ്പി സഹോദരൻ തനിക്ക് ചില വാക്കുകൾ പറയാനുള്ളത് പറയും. അതോടുകൂടി അനുസ്മരണം അവസാനിക്കുകയായിരിക്കും. വചന ശുശ്രൂഷയ്ക്ക് അതിനുശേഷം ഉണ്ടായിരിക്കും എന്ന് ഓർപ്പിച്ചു. ഭക്തനായ എം ഇ ചെറിയൻ സാറ് എഴുതിയ പാട്ടിൻ്റെ ഒരു അടി പാടുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യാശ അറ്റവേരെ പോ അല്ല നാം ക്രിസ്തുവിൽ മരിപ്പോ. പ്രത്യാശ അറ്റവേരെ പോലല്ല നാം ക്രിസ്തുവിൽ മരിപ്പോ. ഉയർക്കും താൻ വരുമാപ്പോലുയർക്കും താൻ വരുമാപ്പോ. ഹല്ലേലൂയ. മരണമേ വിഷമേ നിന്റെ വിജയവുമെവിടെ. യേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. യേശു ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. കുറിയന്നൂർ സഭയുടെ ഒരു അംഗമെന്ന നിലയിൽ കർത്തസേനയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ മാമയെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, കേവലം 65 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം പ്രിയദാസി അനുവദിച്ചു. അത് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അത് ചെറുപ്പമാണ്. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ പല സംബന്ധിച്ചോളം അനേക വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം, not the quantity of the time, but the quality she spent in this. ഒരു ക്വാണ്ടിറ്റി 75, 80, 85 വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് 65 വർഷം ജീവിച്ചു. ആ ജീവിതം ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, അതാണ് ഇന്ന് നാം കേട്ടത്. അധികം നാൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ജീവിച്ചിരുന്ന കാലം ദൈവമാത്രമായിട്ട് ജീവിപ്പാൻ തക്കോണം പ്രിയദാസിക്ക് ഇടവന്നു. അതോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനേക നല്ല സാക്ഷ്യത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനുണ്ടായി. അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തക്കോണം ആഗ്രഹിക്കുന്നില്ല. അതാണ് ആ ക്വാളിറ്റി എന്ന് ഞാൻ പറയാൻ തക്കോണം കഴിഞ്ഞത്. ആ ദൈവമക്കളെ സ്നേഹിപ്പാൻ, സൽക്കരിപ്പാൻ, ദേവദാസന്മാരെ സ്നേഹിപ്പാൻ, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ ഒക്കെയും താൻ എടുത്ത തനിക്ക് തൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം അത് കഴിഞ്ഞ നാളുകളിൽ ചെയ്യുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. എന്നാൽ ചില വർഷങ്ങളായിട്ട്
ആയിരുന്നു. എന്നാലും സഭയിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിപ്പാനും കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും അവരൊത്തുമ ഒരു കുടുംബം അവർക്ക് ഒരു കുടുംബമായിട്ട് ജീവിപ്പാൻ ദൈവം അവരെ സഹായിച്ചു. അതോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബത്തെ നമുക്ക് കഴിഞ്ഞ നാളിൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കൊണ്ട് ദൈവം സഹായിച്ചു. എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് എൻ്റെ പ്രാർത്ഥന, കർത്താവേ, ഇനിയും ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു വിമോചനം ഉണ്ടാകുവാൻ തക്കോണം ഇടവരുത്തണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. സഭയായിട്ട് ഞങ്ങൾക്ക് ഈ പ്രിയദാസിയുടെ വിയോഗത്തിൽ ദുഃഖമുണ്ട് എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലാണ് എന്നുള്ള സന്തോഷം നമുക്കുണ്ട്. അത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ തമ്പിച്ചാനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസിയെ സൂക്ഷിപ്പാൻ ആവശ്യമായ കൃപ കർത്താവ് നൽകിക്കൊടുത്തു. തുറന്നും കർത്താവ് ബലപ്പെടുത്തട്ടെ. ഏകനായിട്ട് കഴിയുമ്പോഴും ആവശ്യമായ കുറവ് നൽകിക്കൊടുത്ത് എന്നെ സഹായിപ്പാൻ തക്കോണം ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ വാക്ക് തീർക്കുന്നു. നെടുമ്പ്രയാർ കുറിയൻ ഭരണ അസംബ്ലിയുടെ എല്ലാ മെമ്പേഴ്സും തൻ്റെ ദുഃഖത്തിൽ പങ്കാളിയാകുന്നു. കർത്താവ് തന്നെ ബലപ്പെടുത്തട്ടെ. സർവ്വാശ്വാസത്തിൻ്റെയും ഉടയവനായ ദൈവം ബലപ്പെടുത്തുവാൻ തക്കോണം മതിയാവനാണ്. ആ കരങ്ങളിലേക്ക് നമുക്ക് ദൈവകരങ്ങളിലേക്ക് വെക്കാം. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തു പറയണം, അല്ലെ എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും 4 വാക്ക് പറയാതിരിക്കുവാനായിട്ട് പറ്റുകയില്ല. 1970 ജനുവരി 22-ാം തീയതി മാമുട്ടിലെ പ്രിയ അപ്പച്ചൻ അല്ലെങ്കിൽ ഉമ്മച്ചൻ പ്രിയ മകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നു. കഴിഞ്ഞ 42 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. അത് ജീവിച്ചു എന്നുള്ളതല്ല, ഒരു ഉത്തമ ഭാര്യയായി ഒരു എൻ്റെ പ്രിയപ്പെട്ടവളിൽ നിന്ന് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ ഞാൻ ഒരിക്കലും ഒരു പ്രശംസ പറയുന്ന ഒരാളല്ല, എനിക്കത് ഇഷ്ടമില്ല. എന്നാൽ പ്രിയപ്പെട്ടവളും ഞാനും ആ നിലയിൽ കഴിഞ്ഞ 42 വർഷം ജീവിപ്പാൻ, ഞങ്ങൾക്കൊന്നിച്ചൊരു കൊടക്കീഴിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 2 ആൺമക്കളെ തന്നു, സജിയും അജിയും. ഞാൻ 1977 ഗൾഫിലേക്ക് പോയി. കഴിഞ്ഞ 10 വർഷം ഗൾഫിലായിരുന്നു. എന്നാൽ അവരെ 2 പേരെയും ദൈവകൃപയിൽ വളർത്തുവാനും അവർക്ക് വേണ്ട ആലോചന പറഞ്ഞു കൊടുക്കുവാനും പ്രിയപ്പെട്ടവർ ശ്രമിക്കുകയും ഇന്ന് അവരെ ആയിരിക്കുന്ന സ്ഥാനത്ത് 2 പേരും കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ജീവിപ്പാനും ആ നല്ല മാതൃക, ആ നല്ല സന്തോഷം കണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടുവാനും കർത്താവ് സഹായിച്ചു എന്നുള്ളതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സജിക്കും അജിക്കും 4 മക്കളെ കൊടുത്തു. അജി ബ്ലെസ്സി പ്രസവിച്ചിട്ട് ഇന്ന് 15 ദിവസമേ ആയുള്ളൂ. ആ 4ാമത്തെ കുഞ്ഞിനെ കാണുവാനും അതെ കണ്ട് സന്തോഷിപ്പാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പുല്ലാട്ടായിരുന്നു. അതിനുശേഷം 28 വർഷം ഞാൻ കുറിയന്നൂര് എളപ്പിൻ്റെ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഭൗമികമായ നന്മ ഞാൻ പ്രിയ കുഞ്ഞിയമ്മയുടെ പേരിൽ അയച്ചു കൊടുത്തു. അവളത് ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താതെ തൻ്റെ ഭവനത്തിനു വേണ്ടി അവൾ കരുതി. ഞാൻ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമുക്കൊരു താൽക്കാലിക ഭവനം ആവശ്യമായിരുന്നു. ആ നിലയിൽ
ഒരു ചെറിയ ഭവനം ചമയ്പ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അന്ന് ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് കിട്ടിയ നന്മ അവൾക്ക് അയച്ചു കൊടുത്തു. അവളത് 10-15 ജോലിക്കാരുണ്ടായിരുന്നു. അവരെ വേണ്ട ഭക്ഷണം പള്ളിക്കാലായിൽ നിന്ന് നടന്ന് എളപ്പൻ്റെ അവിടെ വന്നേ അവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തേ ആ കാര്യങ്ങൾ ഒരു അളവിൽ ഭംഗിയായിട്ട് തീർക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അവൾക്ക് അതിനുള്ള കൃപയും കഴിവും കൊടുത്തു. എന്നാൽ കഴിഞ്ഞ 28 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു. ചില പ്രതിസന്ധിയിൽ അവരുടെ ഈ ക്ഷീണാവസ്ഥയിൽ ഞാനത് കൊടുത്തിട്ട് ഞാൻ മാമുട്ടിലേക്ക് പോയി. എൻ്റെ അളിയന്മാർ അവിടെയുണ്ട്, എൻ്റെ കുഞ്ഞിയമ്മയുടെ നാത്തുമാരും അവരും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ അന്ത്യസമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ കുഴഞ്ഞു പോയി. എന്നാൽ അവരൊക്കെയും ദിവസം 4-5 പ്രാവശ്യം വീട്ടിൽ വരികയും അവരുടെ സഹോദരിയെ അല്ലെങ്കിൽ അവരുടെ സഹോദരിയെ വന്ന് അന്വേഷിക്കുകയും വേണ്ട ഒത്താശകൾ ചെയ്തു തരികയും ചെയ്തു. ആ ഒരു ബന്ധത്തിലാണ് ഞാൻ ഒടുവിൽ അങ്ങോട്ട് പോകാനായിട്ട് തീർന്നത്. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ ദേശത്ത് പാർത്ത വിശ്വസ്തത ആചരിച്ച് നല്ലൊരു മാതൃക പുലർത്തുവാൻ, നല്ലൊരു ഭാര്യയായി, ഒരു കൂട്ടുസഖിയായി ഇരിപ്പാൻ തക്കണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു എന്നുള്ളതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ 7 വർഷത്തിന് മുൻപേ അവളെ ഹാർട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ജനുവരി മുതൽ അവൾക്ക് കിഡ്നിയുടേതായ പ്രയാസമുണ്ടായി. തിരുവല്ല മെഡിക്കൽ മിഷനിൽ ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. എന്നാൽ 3 എന്നുള്ളത് ഇത് ചെയ്തിട്ടും ഇതിന് വലിയൊരു, ഞാൻ ഡോക്ടറെ ജോർജോട് ചോദിച്ചു. ഡോക്ടർ ജോർജ് പറഞ്ഞു, അപ്പച്ചാ ഇത് താൽക്കാലികം ഒരു ശ്വാസം മുട്ടലിനൊരു വ്യത്യാസം ഉണ്ടാകുന്നല്ലാതെ രോഗത്തിന് ഒരു ആശ്വാസം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ 12:30 അവിടെ കൊണ്ടുപോകും, 1:30 അതിനകത്ത് കയറ്റും, പിന്നെ തിരിച്ച് ഇറക്കുന്നത് 6:45, 7, 7:15, 7:30. അതിൻ്റെ അകത്ത് വെച്ച് അസ്വസ്ഥ ഉണ്ടായാൽ അതനുസരിച്ച് താമസം വരും. എന്നാൽ ആ നിലയിൽ കഴിഞ്ഞ നാളുകൾ അവളെ ശുശ്രൂഷിപ്പാൻ തക്കണം സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ 42 വർഷത്തിനു മുമ്പേ പ്രിയ അപ്പച്ചനെ ഏൽപ്പിച്ചെങ്കിലും അന്ത്യനിമിഷം വരെ അവരുടെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു കൂട്ടാളി എന്നുള്ള നിലയിൽ അവളെ ശുശ്രൂഷിപ്പാൻ തക്കണം സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഞാനും ശരീരത്തിൽ പല നിലയിലുള്ള ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ എനിക്കുണ്ട്. എങ്കിലും ഞാനത് കണക്കിലെടുക്കാതെ വകവെക്കാതെ അവളെ ശുശ്രൂഷിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. അവളെ ഈ പാട്ടുപുസ്തകത്തിലുള്ള ഞാനൊരു പ്രശംസ പറയുകയല്ല, 80% പാട്ടും അവൾക്ക് കാണാതെ നന്നായിട്ടറിയാം. ഞാൻ പലപ്പോഴും പറയും, നീ ചെറിയാൻ സാറിൻ്റെ ഒരു ശിഷ്യത്തിയാണ്. ആ മനോഹരമായ പാട്ടുകൾ പാടുകയും ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് കാണുവാൻ തക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ചില നാളുകളായി അവൾ തീരെ ക്ഷീണാവസ്ഥയിലായിരുന്നു. എന്നാൽ സഭായോഗത്തിന് പോയിട്ട് തന്നെ നാളുകളായി. കഴിഞ്ഞ മാർച്ചിൽ പ്രിയ സഹോദരിമാരുടെ ഒരു മീറ്റിംഗ് ഞങ്ങളുടെ എളിയ താൽക്കാലികമായ മൺകുടാരത്തിൽ വെച്ച് നടക്കുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. അന്ന് 100 ചില്ലുവാനും സഹോദരിമാർ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ആ കാര്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിയൊരു ഉണ്ടാകുവാനും സഹായിച്ചു. അതും അവൾക്ക് കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കി. എന്നാൽ പലപ്പോഴും സഭായോഗത്തിന് പോകണമെന്നുണ്ടായിരുന്നു, എന്നാൽ അത് പറ്റിയില്ല. എൻ്റെ മാതാവ് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ എന്നോട് താമസിച്ചു. ഒടുവിൽ അമ്മച്ചി ഓർമ്മ നഷ്ടപ്പെട്ട് വളരെ ക്ഷീണാവസ്ഥയിൽ കൂടി കഴിഞ്ഞുകൂടി. എങ്കിലും എൻ്റെ മാതാവിനെ ശുശ്രൂഷിപ്പാനും സൽക്കരിപ്പിക്കാനും എനിക്കും അവൾക്കും സാധിച്ചു. മറ്റുള്ളവരും ചെയ്തെങ്കിലും എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ ആ ഉത്തരവാദിത്തമായിട്ട് ചെയ്തു. അന്ത്യം നിമിഷം വരെയും ചെയ്യുവാൻ തക്കണം കർത്താവ് സഹായിച്ചു.
എന്നാൽ ഒടുവിലായിട്ട് അവൾ തീരെ ക്ഷീണാവസ്ഥയിലായി, നടക്കാൻ വയ്യാത്ത നിലയിലായി. ആ സമയത്ത് ഞങ്ങളൊരു കസേര വെച്ചിട്ട് ഞങ്ങൾ 4 പേര്, മമ്മൂട്ടിലെ ഓമനയും ഞാനും വേറെ ഗ്രേസിയും വേറൊരാളും കൂടി 4 പേര് കൂടി ഞങ്ങൾ ആ കസേരയിൽ ഒടുവിൽ നാളുകളിൽ കസേരയിലെടുത്ത് വണ്ടിയുടെ അടുത്ത് കൊണ്ടുവരും. വണ്ടിയുടെ അടുത്ത് എങ്ങനെയും കയറ്റുവാനായിട്ടായിരുന്നു ബുദ്ധിമുട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച നാളെന്ന് 12:40 ആയപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. 1:30 ഞാൻ മെഡിക്കൽ മിഷനിൽ കൊണ്ടുചെന്നു. അവിടുത്തെ അറ്റൻഡന്റുമാരും നേഴ്സസും എനിക്ക് വളരെ സഹായമായിരുന്നു. അവർ വന്ന് ഹെൽപ്പ് ചെയ്ത് കയറ്റി. രാത്രി 7:30 ഞാൻ അവിടുന്ന് ഇറക്കി. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. മാമൂട്ടിലെ സുശേഷൻ അപ്പച്ചൻ ഉപദേശി വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവളെ എടുത്ത് കയറ്റുന്നത് കണ്ടിട്ട് ആ പ്രിയ കത്തദാസിനെ വളരെ അത്ഭുതം തോന്നി. താൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥന ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഇനിയും ഈ നിലയിൽ ആയുസ്സിനെ ദീർഘിപ്പിക്കരുതേ എന്ന്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിൽ ശരീരത്തിന് വേദന, കാലിന് വേദനയെന്ന് പറഞ്ഞു, കൈക്കും വേദനയെന്ന് പറഞ്ഞു. ഞാൻ ഓയിൽമെൻ്റ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു, എടുത്തു പുരട്ടി. നേരം വെളുക്കാറായപ്പോൾ അച്ഛാ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. എന്നെ രാത്രി യാമങ്ങളിൽ ഏത് സമയത്തും ഒരു വിളി വെച്ചാൽ വിളിച്ചാൽ എനിക്ക് ഉറക്കം വളരെ കുറവാണ്. എനിക്ക് ആ സമയത്ത് പ്രിയപ്പെട്ടവൾക്ക് ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തു. അത് 3/4 ഭാഗം കുടിച്ചു. 1/4 ഭാഗം ഞാൻ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്നു, മേശയുടെ പുറത്ത് വെച്ചിരുന്നു. ആ വെള്ളം കുടിച്ചു. അതുപോലെ തന്നെ ഛർദ്ദിച്ചു. എന്നാൽ ഒടുവിലായിട്ട് ട്യൂബ് ഇട്ടിരിക്കുകയായിരുന്നു. ട്യൂബിനകത്തൂടാണ് ഭക്ഷണം എന്തെങ്കിലും മിക്സിക്കകത്ത് അടിച്ച് കൊടുത്തത്. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കൂടിയായി. കഴിഞ്ഞ ശനിയാഴ്ച എന്നോട് പറഞ്ഞു, ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അച്ഛാ എൻ്റെ സമയമെടുത്തു, എൻ്റെ നാളുകൾ അടുത്തു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എടുത്ത് പറഞ്ഞു, മോളെ സമയമായിട്ടില്ല, നീ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇല്ല അച്ഛാ, എൻ്റെ നാളുകൾ എണ്ണുക, എൻ്റെ സമയം അടുക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കൊണ്ടുചെന്ന് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 7:15 മണിയോടുകൂടി അവൾ ആഗ്രഹിച്ച ആ തുറമുഖത്ത് എത്തിച്ചേർന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ ജീവിതത്തിൽ ഒരു പെറുപെറുപ്പും ഒരു പ്രതിസന്ധിയോ ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല. ഏറിയ പ്രത്യാശയോടുകൂടി കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞു വിടുവാൻ കൊണ്ടും കർത്താവ് സഹായിച്ചു. എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മറ്റുള്ളവരൊക്കെയും കൂടെ ഭവനത്തിൽ കടന്നു വരികയും സഹായിച്ചു. ഞാൻ മാമൂട്ടിൽ കഴിഞ്ഞ 26 ദിവസമേ താമസിച്ചുള്ളൂ. 26ാമത്തെ ദിവസമാണ് പ്രിയപ്പെട്ടവളെ കടന്നുപോയത്. പ്രിയ ദൈവമക്കളെ, എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്. എന്നാൽ അവിടെ അന്ത്യം ഈ നിലയിലായാൽ അത് എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ദൈവം തക്ക സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റി. അവൾ പോയത് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ്. ഞാൻ ഏകനായി, ഞാൻ തനിച്ചായി. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ഉപജീവന മാർഗത്തോടുള്ള ബന്ധത്തിൽ 2 സ്ഥലത്താണ്. എങ്കിലും ദൈവം എന്നോട് കൂടെയുണ്ട്. തരുന്ന ആയുസ് ശാന്തതയോടും സമാധാനത്തോടും വരുന്നാൾ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രത്യേകം ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. കുറിയന്നൂർ നെടുമ്പ്രയാർ സഭയിലുള്ള സഹോദരിമാർ 26 ഭവനങ്ങളാണ്. ഈ പ്രിയപ്പെട്ടവരെ 2-3 പ്രാവശ്യം മാമൂട്ടിൽ വന്നു. ഇവിടെ ആയിരുന്നപ്പോഴവർ വന്നു. അവരിനി ഞങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ സഭയായും വ്യക്തികളായും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്നാൽ
ദൈവം തൻ്റെ സമയമായപ്പോൾ തൻ്റെ മകളെ ചേർത്തു. തൻ്റെ ഭൂമിയിലെ കഷ്ടത മാറി തൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ നാം ഇനി കാണും, നാം മുഖാമുഖമായി കാണും. ആ ദിവസങ്ങൾ അടുത്തു വരുന്നു. പ്രിയപ്പെട്ടവൾ പോയ പാതയിൽ നാമും പോകേണ്ടതായിട്ട് ഇരിക്കുന്നു. നാം ഓരോരുത്തരും വിട്ടുപിരിഞ്ഞു പോകും. എന്നാൽ കാണാവുന്ന ഏറിയ പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള നാളുകളിലല്ലോ നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവനാമം ഇന്ന് നീക്കം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനാളി കണ്ണീരിൻ താഴ്വരയിൽ ആയിടിലും അല്പനാളി കണ്ണീരിൻ താഴ്വരയിൽ ആയിടിലും അത്യന്തം തേജസ്സിൻ ഘനം നിത്യത ചെന്നു കാണും ഞാൻ. അത്യന്തം തേജസ്സിൻ ഘനം നിത്യത ചെന്നു കാണും ഞാൻ. എന്നിനിയും വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. ഇഹത്തിൽ മണ്ണോട് മണ്ണായാലും വാനത്തിൽ നീ, ഞാനിഹത്തിൽ മണ്ണോട് മണ്ണായാലും വാനത്തിൽ നീ വന്നു വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത്. വന്നു വിളിക്കും നേരത്ത് അന്നു ഞാനെത്തും ചാരത്ത്. എന്നിനിയോ വന്നങ്ങു ചേർന്നിടും ഞാൻ നിന്നരികിൽ. ദൈവം നമ്മെ എത്രത്തോളം സഹായിച്ചു. നാം ഉദ്ദേശിച്ചതിൽ അല്പസമയം മുമ്പോട്ടായിട്ടുണ്ടേ ഉള്ളൂ. അതിൽ ആർക്കും പരിഭവം ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കട്ടെ. സുശേഷൻ സണ്ണി തോമസ് നമ്മുടെ മധ്യത്തിലുണ്ട്. തന്നെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഭവനത്തോട് കുടുംബപരമായും ആത്മീയമായും ഉള്ളൊരു ബന്ധത്തിലാണ് പ്രിയ സഹോദരനോട് ആയിരിക്കുന്നത്. താൻ വചനത്തിൽ നിന്ന് നമ്മളോട് അല്പസമയം സംസാരിക്കുന്നതായിരിക്കും. വിശുദ്ധ ബൈബിളിൽ നിന്നൊരു ഭാഗം പ്രാരംഭമായി ഉദ്ധരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 53-ഉം 54-ഉം വാക്യങ്ങൾ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അനുഗ്രഹീതമായ അനുസ്മരണത്തിൻ്റെ വാക്കുകൾ കഴിഞ്ഞ ഓരോ നിമിഷങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര വിലപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസിയാണ് ഇന്ന് നമ്മെ വിട്ട് വേർപിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്ന ഈ നിമിഷങ്ങൾ. ഞാൻ ഓർക്കുന്നു, ചില മാസങ്ങൾക്ക് മുമ്പ് മധ്യ തിരുവിതാംകൂറിലെ രോഗാവസ്ഥയിൽ, പ്രത്യേകിച്ച് ഗുരുതരമായ രോഗാവസ്ഥയിൽ കഴിയുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ചില പ്രിയപ്പെട്ടവരെ അല്പസമയം അവരോടൊന്നിച്ച് ചെലവഴിക്കണം എന്നുള്ള പ്രത്യേകമായ ചിന്ത ഞങ്ങൾക്ക് കുടുംബമായിട്ട് വരികയും ഒരു ദിവസം അതിനായി വേർതിരിച്ച് ഞങ്ങൾ കടന്നു വന്ന് അതിൽ പ്രിയ അമ്മാമ്മയുടെ സമീപത്തും ഇരുന്ന് അല്പസമയം ചെലവഴിച്ചു. ഏകദേശം 5-6 പേരെ ആ വിധത്തിൽ അന്ന് സന്ദർശിച്ചു. ഇന്ന് ഈ ചേതനേറ്റ ശരീരത്തിൻ്റെ സമീപത്ത് നിൽക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ലഭിച്ച സന്ദർഭങ്ങൾ എത്രയോ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാകുന്നത്. അനുസ്മരണത്തിൻ്റെ ഭാഗത്തിലേക്ക് ഞാൻ ഇനി കടക്കുന്നില്ല. വേർപാട് എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്ക് അത് സങ്കടകരമായൊരു അനുഭവം തന്നെയാണ്. പ്രിയപ്പെട്ടവനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ ഇനിയുള്ള നാളുകളിലും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ
ആ മധുരകരമായ ഓർമ്മകൾ ഇനി സങ്കടകരമായ ഓർമ്മകളാകുവാൻ പോകുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ സജിയും അജിയും, അവരെ സംബന്ധിച്ചും അവരെ വളർത്തിയ മാതാവ്, അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ, അവരുടെ ബാല്യകാലം മുതൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന വാത്സല്യ മാതാവിൻ്റെ സ്നേഹവും കരുതലും അത് ഓർമ്മയിലേക്ക് വരുമ്പോൾ അതും സങ്കടകരമായ ഒരു അനുഭവങ്ങളായി, ഓർമ്മകളായി മാറുവാൻ പോകുന്നു. പ്രിയ സഹോദരങ്ങൾക്കും ചാർച്ചക്കാർക്കും ഒന്നിച്ച് കളിച്ചു വളർന്നു വന്ന പ്രിയപ്പെട്ടവരുടെ ദേഹവിയോഗം ഇന്ന് പലവിധമായ ഓർമ്മകളിലൂടെ അവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദുഃഖം മാനുഷികമാണെങ്കിലും വിശുദ്ധ ബൈബിളിന് നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് ബൈബിളിൻ്റെ മാത്രം അത്ഭുതകരമായൊരു പ്രത്യേകതയാണ്. ഞാൻ ഈ വിശുദ്ധ ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്ത ഏതാനും ചില ചിന്തകൾ മാത്രം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിച്ചു കൊള്ളട്ടെ. ഇവിടെ പറയുന്നത് ഒരു വ്യക്തി ഉയർക്കും എന്നാണ്. വിശ്വാസി ഉയർക്കുവാൻ പോകുന്നു. ആ ഉയർപ്പിൻ്റെ പ്രത്യേകതകൾ എണ്ണമിട്ട് അവിടെ പറയുന്നുണ്ട്. ഈ ഉയർപ്പെന്ന് പറയുന്നത് മാനുഷികമായി അസാധ്യമാണ്. സാധാരണ നിലയിൽ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. കാരണം ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് മണ്ണാണ്. മണ്ണായിരിക്കുന്നത് മണ്ണിനോട് ചേരുമ്പോൾ അതെങ്ങനെയാണ് ഉയർക്കുന്നത് എന്നുള്ള ചോദ്യം ഒരു ലോകമനുഷ്യന് ഒരുപക്ഷെ ഉണ്ടാകും എന്ന അത് പുനരുദ്ധാനം ചെയ്യും. കാരണം ഒന്നാമത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ഈ ശരീരം, ഈ വ്യക്തി ഉയർക്കുവാൻ പോകുന്നു. വിശ്വാസിയുടെ ഉയർപ്പെന്ന് പറയുന്നത് അത് ദൈവത്താൽ സാധ്യമാണ്, തീർച്ചയായിട്ടും സാധ്യമാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുമെന്നാണ് പറയുന്നത്. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. കാരണം ഭൗതികവും ആത്മികവും മഹത്വീകരിക്കപ്പെടുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവജനമേ, ഈ ശരീരത്തിൽ ഈ കർത്താവിൻ്റെ ദാസി ഭൗതികവും ആത്മീയവുമായി മഹത്വീകരിക്കപ്പെടുവാൻ പോകുന്നുവെന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ധൈര്യം നൽകുന്ന ഒരു വസ്തുതയാണ്. രണ്ടാമത് അവിടുത്തെ പ്രത്യേകത, വിശ്വാസിയുടെ ഉയർപ്പെന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ധരിച്ചേക്കാമെന്നല്ല, പുതിയ ശരീരം ധരിച്ചേക്കാമെന്നല്ല, ധരിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെ ഉയർത്താൽ ഭാഗ്യമെന്നല്ല അവിടെ പറയുന്നത്. അത് ഉയർത്തേ മതിയാകുകയുള്ളൂ. Put on incorruption, must put on immortality. അതായത് ഇത് ധരിച്ചേ മതിയാകുകയുള്ളൂ. രക്ഷാ നിർണയം പോലെ സുനിശ്ചിതമായ ഒരു അനുഭവമാണ് വിശ്വാസിയുടെ ഉയർപ്പെന്നുള്ളത്. ഒരർത്ഥത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഇതൊന്ന് ഒരുപക്ഷെ ഉയർത്തിരുന്നുവെങ്കിൽ ഭാഗ്യം, കർത്താവിൻ്റെ വരവിൽ കാണപ്പെട്ടാൽ ഭാഗ്യം. ഇന്ന് അനേകരോട് ചോദിച്ചാൽ അവരുടെ രക്ഷയെക്കുറിച്ച് അവർക്കൊരു നിർണയമില്ല. ഇന്ന് മരിച്ചാൽ എവിടെ പോകും എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ട്, കർത്താവ് എടുത്താൽ എടുത്തു. അതായത് രക്ഷാ നിർണയം കടന്നു വന്നിട്ടില്ല. ഞാൻ ഒരു വാക്ക് സുവിശേഷത്തിൻ്റെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി തന്നെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ഇന്നിവിടെ കടന്നു വന്നവരിൽ അവരുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് യഥാർത്ഥമായ വ്യക്തതയില്ലാത്ത, നിർണയമില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അധികം താമസിയാതെ കടന്നു വരുന്ന സന്ദർഭത്തിൽ ആത്മാവ് എവിടെയായിരിക്കുമെന്നുള്ള ചിന്ത വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് പറയാം, ഈ കർത്താവിൻ്റെ ദാസി ഉയർക്കുവാൻ സാധ്യതയുണ്ടെന്നല്ല വചനം പറഞ്ഞത്, ഉയർത്താൽ ഭാഗ്യമെന്നല്ല, ഇത് ഉയർത്തേ മതിയാകുകയുള്ളൂ. കാരണം ജീവനോടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ തൻ്റെ ആത്മാവിൻ്റെ രക്ഷ കണ്ടെത്തി, തൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലൊരു പ്രായശ്ചിത്ത ബലിയായി തീർന്നുവെന്നും കർമ്മമാർഗങ്ങളും ആചാരങ്ങളും എല്ലാം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് അസ്ഥാനമായിരിക്കെ ദൈവം മനുഷ്യനായി വന്ന് അവൻ്റെ പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത ശരീരത്തിൽ സർവ്വലോകത്തിൻ്റെയും പാപം തന്നെ മേൽ ആവഹിച്ച് ഒരു പ്രായശ്ചിത്ത ബലിയായി തീർന്ന, മനുഷ്യന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവും എന്നൊരു വ്യക്തി ഏറ്റുപറയുന്ന നിമിഷത്തിൽ ആ വ്യക്തിയിലെ പാപി മരണം അനുഭവിക്കുന്നു. ഈ പ്രിയ കർത്താവിൻ്റെ ദാസി ഇപ്പോൾ മരിച്ചെന്ന് പറഞ്ഞാൽ ബൈബിൾ അത് സമ്മതിക്കയില്ല. എന്നാണ് ഈ കർത്താവിൻ്റെ ദാസി മരിച്ചത്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ തന്നിലെ പാപിയുടെ മരണം കണ്ടെത്തിയ ആ നിമിഷമാണ് മരിച്ചത്. അന്ന് മരണം നീങ്ങിപ്പോയി. ഇത് കേവലം നിദ്ര മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്കെല്ലാം അവരുടെ മരണം മരണമല്ല, നിദ്രമാണ്. ഞങ്ങളുടെ മരണം മാറിപ്പോയി ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അനുഗ്രഹീതമായ ആ നിമിഷത്തിൽ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ ആത്മരക്ഷയുടെ നിർണയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പോടെ
പ്രസംഗിക്കുവാൻ പറ്റുമെങ്കിൽ അത് ഭാഗ്യകരമാണ്. ആ നിർണയം ഇപ്പോൾ പ്രാപിക്കാം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീകമായി നിങ്ങളിലെ പാപി മരിക്കട്ടെ. പിന്നെ ഒരു നിദ്ര മാത്രമേ ആകുകയുള്ളൂ. കർത്താവ് വന്ന് തട്ടി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കും. 3-4 പ്രത്യേകതകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ പ്രത്യേകത, പുനരുദ്ധാനം അല്ലെങ്കിൽ വിശ്വാസിയുടെ ഉയർപ്പെന്ന് പറയുന്നത് അത് തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. ക്രിസ്തുവിന്റെ മരണം, അടക്കം, ഉയർപ്പ്, അതിനെക്കുറിച്ച് ബൈബിളിൽ നൽകുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് അത് തിരുവെഴുത്തിന്റെ നിവൃത്തി എന്നാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയം, ദൈവത്തിന് സ്തോത്രം, ഒരു വിശ്വാസിയുടെ മരണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. എന്തുകൊണ്ട്? അത് ഉയർക്കുമെന്നുള്ളത്. യേശു ക്രിസ്തുവിന്റെ മരണം അത് തിരുവെഴുത്തിന്റെ നിവൃത്തിയെന്ന് നാം വായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടക്കം അത് തിരുവെഴുത്തിന്റെ നിവൃത്തിയെന്ന് നാം വായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് അത് തിരുവെഴുത്തിന്റെ നിവൃത്തിയെന്ന് വായിക്കുന്നു. ഏറ്റവും ഭാഗ്യകരമായ ഒരു വർണ്ണനയായിട്ടാണ് ബൈബിളിൽ ക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുദ്ധാനത്തെക്കുറിച്ച് തിരുവെഴുത്തിന്റെ നിവൃത്തി എന്ന് പറയുന്നത്. ആ ഭാഗ്യം ഒരു വിശ്വാസിക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് ഈ കർത്തൃദാസിയുടെ ഉയർപ്പെന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ബൈബിൾ അതിനെ ഏറ്റവും മനോഹരമായ ഒരു വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്ത തത്തുല്യമായ ഒരു വാക്കുകൊണ്ട് ഒരു വിശ്വാസിയുടെ പുനരുദ്ധാനത്തെ, ഉയർപ്പിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. എന്താണത്? അത് തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. മരിച്ചവർ ഉയർക്കുമെന്നുള്ളത് തിരുവെഴുത്തിന്റെ നിവൃത്തിയാണ്. പുനരുദ്ധാനത്തിന് ആധികാരികതയുണ്ട്. വിശ്വാസിയുടെ ഉയർപ്പിന് ആധികാരികതയുണ്ട്. വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം കർത്താവിന്റെ ദാസൻ അത് ഓർപ്പിക്കുകയുണ്ടായി. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം മരണത്തെ നീക്കുവാൻ പോകുന്നു. അവിടെ 2 വാക്ക് ശ്രദ്ധേയമാണ്. ദൈവം മരണത്തെ നീക്കുമെന്ന് മാത്രമല്ല, അവൻ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും തുടയ്ക്കുന്നവനാണ്. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കുന്നവനാണെന്ന് നാം വായിക്കുന്നു. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കുന്നവൻ മാത്രമല്ല, അവൻ തൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും മായ്ക്കുന്നവനാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവർണ്ണനയാണ് വിശ്വാസിയുടെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് ആ പുനരുദ്ധാന പ്രത്യാശയോടുകൂടി നൽകുവാൻ കഴിയുന്നത്. ഈ ഭാഗ്യം മുഴുവൻ നമുക്ക് ലഭിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടിയാണ്. അത് പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുന്ന ആ ഒരു അനുഭവം ഇപ്പോഴും ഉണ്ടാകും, നിത്യതയിലും